ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഞാനിപ്പോൾ എവിടെയാണെന്നല്ലേ? ഞാനിപ്പോൾ മൂന്നാറിലാണ്. നിങ്ങളോട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞിട്ട് വരാൻ പറ്റിയില്ല. ഒരു തിരക്ക് പിടിച്ച ഒരു യാത്രയായിരുന്നു സത്യം പറഞ്ഞാൽ. വന്ദേ ഭാരതിലാണ് കൊച്ചി വരെ എത്തിയത്. വൈകുന്നേരത്തെ വന്ദേ ഭാരത് ഒരു 6:45 ആയപ്പോൾ എറണാകുളം എത്തി. അവിടെ നിന്ന് കാർ വാസ് വെയിറ്റിംഗ്. അവിടെ നിന്ന് എന്നെ പിക്ക് ചെയ്ത് മൂന്നാറിലേക്ക് ഇവിടെ എത്തിച്ചു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ രാത്രി 12 മണി കഴിഞ്ഞു. നാളെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇപ്പോൾ താമസിക്കുന്നത് ഹോട്ടൽ ഫോർട്ട് മൂന്നാർ. വളരെ ബ്യൂട്ടിഫുൾ ഒരു പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടൊക്കെ രാവിലെ ഞാൻ വരുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇവിടെ വന്ന പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോമ്പറ്റീഷൻ്റെ ഭാഗമായി വന്നാണ്. അവിടുത്തെ ചീഫ് ഗസ്റ്റായിട്ട് വന്നിരിക്കുകയാണ്. ആ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഓക്കെ, നാളെയാണ് ഫംഗ്ഷൻ. ഇവിടെ ഒരു കുക്കിംഗ് കോമ്പറ്റീഷനാണ്, പ്രൊഫഷണൽ ഷെഫ്സിൻ്റെ കോമ്പറ്റീഷനാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ മൂന്നാർ കേറ്ററിംഗ് കോളേജാണ് വെന്യൂ. ഇപ്പോൾ ഫോർട്ട് മൂന്നാറിലാണ് താമസം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ നാളെ. ഇപ്പോൾ രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് വളരെ ടയർഡാണ്. കുറേ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഇപ്പോൾ 12 കഴിഞ്ഞു, 12:30 ആകാറായി. ഓക്കെ, അപ്പോൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഈ ഇവിടുത്തെ റൂമിൻ്റെ ഇതൊരു റോയൽ സ്യൂട്ട് റൂമിലാണ് ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. നല്ല രസമുള്ള മുറി, ഇൻട്രസ്റ്റിംഗ്. പക്ഷെ പുറത്തെ കാഴ്ചകളൊക്കെ രാവിലെ ആയിരിക്കും വാങ്ങി. ഇപ്പം ഞാൻ ആ കർട്ടൻസ് ഒക്കെ വലിച്ചിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ നാളെ കാണാം. അപ്പം ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ ഫ്രഷ് ആയിട്ട് റെഡി ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പം എന്തായാലും പറയാതിരിക്കുന്നത് ശരിയല്ലോ. എത്തിയ ഉടനെ ഞാൻ അറിയിച്ചു. ഓക്കെ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞില്ല, സോറി. ഗുഡ് മോർണിംഗ്. രാവിലെ ഇവിടുത്തെ കാഴ്ച എൻ്റെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഗാർഡൻ വ്യൂ ആണ് കേട്ടോ. ഇറ്റ്സ് എ ഗാർഡൻ വ്യൂ. ഓപ്പോസിറ്റ് സൈഡിൽ പോയി നോക്കുകയാണെങ്കിൽ മൗണ്ടൻ വ്യൂ ആണെന്ന് പറഞ്ഞത്. അപ്പുറത്തെ സൈഡിലെ റൂംസൊക്കെ മൗണ്ടൻ വ്യൂ. ജനൽ തുറക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞു. കുരങ്ങന്മാരുണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ നോക്കട്ടെ. വെയിലൊക്കെ വന്നു തുടങ്ങി. ഇപ്പം സമയം 7:15. ഓക്കെ, ഇനി ഞാനൊന്ന് കുളിച്ച് റെഡിയാകട്ടെ. ഇവൻ്റ് എന്താണെന്നല്ലേ, സ്പൈസ് മാസ്റ്റർ കോമ്പറ്റീഷനാണ്. ഓൾ കേരള സ്പൈസ് മാസ്റ്റർ കോമ്പറ്റീഷൻ 2025. ഇത് പ്രൊഫഷണൽ ഷെഫ്സിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷനാണ്. അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഷെഫായിരിക്കും ഓൾ കേരള സ്പൈസ് മാസ്റ്റർ ആയിട്ട് മാറാൻ പോകുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാനൊന്ന് കുളിച്ച് റെഡിയായി വന്നിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അങ്ങനെ ഫൈനലി റെഡിയായി. ഓക്കെ, ഞാൻ ഫുൾ സൈസ് കാണിച്ചു തരാം സാരി. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എങ്ങനെയാണ് സാരിയുടെ ഡിസൈൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇറ്റ്സ് എൻ ഓറഞ്ച്, ഫുൾ ഓറഞ്ച് കളിയായിട്ട് ഇറങ്ങുവാണ്. ഓക്കെ, മേക്കപ്പൊക്കെ ചെയ്തു അത്യാവശ്യം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴെ പോകണം. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഒരുപാടൊന്നും കഴിക്കുന്നില്ല, കാര്യം ടേസ്റ്റ് ചെയ്യാനല്ലേ പോകുന്നത്. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് പേരിന് വേണ്ടിയേ കഴിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 10-10:30 കഴിഞ്ഞ് 11 മണിയാകുമ്പോൾ വെന്യൂവിലെത്തിയാൽ മതി. അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളെന്നൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഒരുപാട് ആഡംബരമില്ല, എല്ലാം സിൽവർ ജുവലറിയാണ്. ഇനി കമ്മലിടണം കേട്ടോ, അത് ലാസ്റ്റ് ഇടാം. ഓക്കെ, അങ്ങനെ റെഡിയായി. ഫോർട്ട് മൂന്നാർ ഹോട്ടലിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് വരും. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഒരുപാട് കഴിച്ചില്ല, കാര്യം നമ്മളൊരു കോമ്പറ്റീഷൻ ജഡ്ജ് ചെയ്യാൻ പോകുമ്പോൾ ഒത്തിരി കഴിക്കേണ്ടി വരും. സോ പിന്നെ ഇതൊരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. എക്സ്റ്റീരിയർ കാണുമ്പോൾ തന്നെ ഒരു ഫോർട്ട് പാറ്റേൺ ആണ്, കണ്ടില്ലേ? ഉള്ളിലാണെങ്കിലും റൂംസൊക്കെ ഗംഭീരം. ഇത് വൺ ഓഫ് ദ പൈനിയേഴ്സ് എന്ന് പറയാം മൂന്നാർ ടൂറിസത്തിൻ്റെ. 25 വർഷം മുന്നേ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. ഇപ്പോഴും ആ ഒരു പ്രൗഡി അവർ നിലനിർത്തുന്നു. എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. റൂംസൊക്കെ വീണ്ടും റീഫേണിഷ് ചെയ്യലും ഒക്കെ ഉണ്ട്. ഇനി ഈ പരിസരം കുറച്ച് നേരം കറിയാണ്, കാര്യം എനിക്കിപ്പോൾ ഉടനെ പോകണ്ട, കുറച്ച് സമയമുണ്ട്. എനിക്ക് പറിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്, പക്ഷേ വളഞ്ഞിട്ടില്ല. വലിയ അവക്കാടോ തോന്നുന്നു ഇവിടുത്തെ. സോ നൈസ്. ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ അവക്കാഡോ.
ഷാഡോസ്. ഇവിടെ ഒരു ഗാർഡൻ ഏരിയ ഉണ്ട്. ഞാൻ ഇങ്ങനെ കറങ്ങി കറങ്ങി ഇത് അവിടെ എത്തി. സ്റ്റെപ്സ് ഇറങ്ങി 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 ഇങ്ങനെ വരുമ്പോൾ സോ ബ്യൂട്ടിഫുൾ. എനിക്കൊന്നും പറയാൻ വാക്കുകളില്ല. ഗ്രീൻ എന്ന് പറയാൻ എന്താ ഭംഗി, നല്ല പച്ചപ്പും തണുപ്പും ഒക്കെ. ഇനി ഇവിടെ കുറേ പാറകളുണ്ട്, നാച്ചുറൽ റോക്സ്. അതിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെയാണ് കേട്ടോ ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. കുറേ വലിയ വലിയ മരങ്ങൾ, ഇതൊക്കെ തണൽ വൃക്ഷങ്ങളായി മാറിക്കഴിഞ്ഞു. ധാരാളം കുരങ്ങന്മാരുണ്ടെന്നാണ് പറയുന്നത്, ഞാൻ ഇതുവരെ കണ്ടില്ല. ഇത് കുറച്ച് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കുട്ടികളുടെ പ്ലേ ഏരിയ. ഭയങ്കര രസമാണ്. നല്ല തണുത്ത കാറ്റുമൊക്കെ ആസ്വദിച്ചിങ്ങനെ നടക്കുമ്പോൾ ഈ നേച്ചറുമായിട്ട്, ഓ എൻ്റെ ദൈവമേ, ഞാൻ ബ്ലെൻഡായി പോകുന്ന പോലെ. ഈ ചെടികൾ കണ്ടോ ഇങ്ങനെ വെട്ടി നിർത്തിയിരിക്കുന്നത് സ്റ്റെപ്സിൻ്റെ 2 സൈഡിൽ. ഇത്ര ഭംഗി അറിയാമോ? അതൊരു ലൈറ്റ് ഗ്രീൻ ആൻഡ് ഡാർക്ക് ഗ്രീൻ കോംബോ ആണ്. പിന്നെ ഈ ഒരു ഫ്ലവർ, ഇതൊക്കെ ഭയങ്കര രസമല്ലേ. ഇവിടെ ഈ പകൽ സമയത്ത് പോലും ചീവീടിൻ്റെ ശബ്ദം കേൾക്കാം. അതെ, ഭയങ്കര രസമുണ്ട് കേട്ടോ. രാത്രി ഫുൾ ചീവീട് സൗണ്ടായിരുന്നു. ഇത് പാറയുടെ പോർഷൻ ഒരുപാടുണ്ട്. ഈ ഒരു ഹോട്ടൽ പാറയുടെ മേളിലാണ് നിൽക്കുന്നതെന്ന്, അത്രയും സ്ട്രോങ് ആണ്. അങ്ങനെ ഇങ്ങനെ കയറി കയറി വരും. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇവിടുത്തെ പാറകൾ. ഒരു പ്ലാറ്റ്ഫോം പോലെ ഇവിടെ ഉണ്ട്, രസമുണ്ട്. അങ്ങനെ ഇവിടെയും ഇരിക്കാം ഇടയ്ക്ക്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ സ്ലോപ്പ് പോലെ താഴേക്ക് കേട്ടോ. ചിൽഡ്രൻസ് പാർക്ക് കണ്ടുകൊണ്ടിരിക്കാം. സോ നൈസ്. ഇവിടെ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞു, പക്ഷേ ഇവിടെ ഒരു അല്പം പോലും വെയിലോ ഒന്നുമില്ല. ഭയങ്കര രസമുണ്ട്. ആ ഭാഗത്തൊക്കെ കുറച്ച് വെയിലുണ്ട്, പക്ഷേ ഇവിടെ ഇറ്റ്സ് ലൈക്ക് ഉച്ചയ്ക്ക് വന്നിരുന്നാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു. സച്ച് എ ബ്യൂട്ടിഫുൾ ഒരു ഫ്ലോറ ആൻഡ് ഫോണ. ആ ഒരു സെഗ്മെൻ്റ് ആട്ടോ ഇവിടെ. നല്ല നല്ല ബ്രീസ്, നല്ല തണുത്ത, എന്താ പറയുക, പൊല്യൂഷൻ ഫ്രീ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ പോകുന്ന ഇവൻ്റ് എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു ഇവൻ്റാണ്. അത് മൂന്നാർ കേറ്ററിംഗ് കോളേജിലാണ് നടക്കുന്നത്. ഓക്കെ, പിന്നെ അവരിവിടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. ഓൾ കേരള പ്രൊഫഷണൽ ഷെഫ്സിൻ്റെ ഓൾ കേരള ഷെഫ് മാസ്റ്റർ 2025 കോമ്പറ്റീഷനാണ്. അപ്പോൾ അബാദ് ഫുഡ്സാണ് ഇതിൻ്റെ ഒരു സ്പോൺസേഴ്സ്. പിന്നെ ഇത് ഓർഗനൈസ് ചെയ്യുന്നത്, അതായത് മൂന്നാർ ഡെസ്റ്റിനേഷൻ മേക്കേഴ്സ് ഗ്രൂപ്പാണ്. ഭയങ്കര ആ ഒരു ഓർഗനൈസേഷനാണ്. പിന്നെ വേറെ കുറച്ച് ആൾക്കാർ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ബിഗ് ഇവൻറ്റ്. എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ ജഡ്ജസായിട്ട് ഷെഫ് റഷീദ് ഉണ്ടെന്ന് പറഞ്ഞു, ആൻഡ് ഷെഫ് സിദ്ദിഖ് ഇസ് ദെയർ. പിന്നെ നമ്മൾ കാണാൻ പോകുന്ന എല്ലാ പ്രൊഫഷണൽ ഷെഫുമാരെ തന്നെയാണ്. ചെന്നൈ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുന്ദരി സിൽക്സിൽ നിന്ന് വാങ്ങിയതാണ്. അത് ഉടുക്കാണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഇവൻറ്റിന് എനിക്ക് കറക്റ്റായിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ഉടുക്കാം. അപ്പോൾ ഇവിടുത്തെ ആ ഗ്രീനറിയിൽ നല്ല കോൺട്രാസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓറഞ്ച് ഒരു ഫ്ലെയിമിൻ്റെ കളർ പോലെ. അങ്ങനെ ഞാൻ താമസിക്കുന്ന ഹോട്ടൽ ഫോർട്ട് മൂന്നാറിൽ നിന്നും ഇന്നത്തെ പ്രോഗ്രാം നടക്കുന്ന വെന്യൂ ആയിട്ടുള്ള മൂന്നാർ കേറ്ററിംഗ് കോളേജിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ കറക്റ്റ് ടൈമിൽ തന്നെ വെന്യൂ ആയിട്ടുള്ള മൂന്നാർ കേറ്ററിംഗ് കോളേജിന്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ എല്ലാവരും തന്നെ കാത്തു നിൽക്കുകയായിരുന്നു. മൂന്നാർ കേറ്ററിംഗ് കോളേജിന്റെ ഡയറക്ടർ ശ്രീ ടിസിൻ തച്ചങ്കരി, പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഓർഗനൈസേഴ്സ് ആയിട്ടുള്ള മൂന്നാർ ഡെസ്റ്റിനേഷൻ മേക്കേഴ്സ്, അതായത് MDM ഭാരവാഹികളും മറ്റ് പ്രധാനപ്പെട്ട ആൾക്കാരും എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ജഡ്ജസ് ആയിട്ടുള്ള ഷെഫ് റഷീദും ഷെഫ് സിദ്ദിഖും ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അവരെ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ വലിയ സന്തോഷം തോന്നി. കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പരിചയക്കാരാണ്. അവരോടൊപ്പം ഇതുപോലെയുള്ള വേദികൾ പങ്കിടാനായിട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ആദ്യം നമ്മൾ പോയത് ചെയർമാൻ്റെ മുറിയിലേക്കാണ്. അവിടെ ഇരുന്നിട്ട് കോമ്പറ്റീഷന്റെ ഇനിഷ്യൽ സ്റ്റേജസ് ഓഫ് ഡിസ്കഷൻ എല്ലാം നടത്തുകയാണ്. കാരണം ഇതൊരു വലിയ കോമ്പറ്റീഷനാണ് കേട്ടോ. ഷെഫ്സിന്റെ കോമ്പറ്റീഷനാണ്. ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണൽസ് പരസ്പരം മത്സരിക്കുന്ന ഒരു വേദിയിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അതിനകത്ത് കുറേ മാനദണ്ഡങ്ങളുണ്ട്. ഞങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ച് എല്ലാവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് കോമ്പറ്റീഷൻ നടക്കുന്ന റൂമിലേക്ക് പോകുന്നത്. ഇവിടെ ടോട്ടലായിട്ട് 45 പാർട്ടിസിപ്പൻസ് ആണ് ഉണ്ടായിരുന്നത്. അത് തന്നെ 2 സെഷനായിട്ടാണ് നടത്താനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ സെഷനിലെ 18 പാർട്ടിസിപ്പൻസും എല്ലാവരും തന്നെ കുക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് അവരവരുടെ വിഭവങ്ങളുമായിട്ട് നല്ല ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. കോമ്പറ്റീഷന്റെ റൂൾസ് അനുസരിച്ചിട്ട് എല്ലാ പാർട്ടിസിപ്പൻസും 3 വിഭവങ്ങളാണ് തയ്യാറാക്കേണ്ടിയിരുന്നത്. അതായത് ഒരു സ്റ്റാർട്ടർ ഐറ്റം, പിന്നെ ഒരു മെയിൻ കോഴ്സിന്റെ ഐറ്റം, പിന്നെ ഒരു ഡിസേർട്ടായിട്ട് എന്തെങ്കിലും ഒരു മധുരം. വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാവരും വിഭവങ്ങളൊക്കെ തയ്യാറാക്കി പ്രസന്റ് ചെയ്ത് ഇരിക്കുകയാണ്. അതേ നോക്കിക്കോളൂ, ഈ ടേബിൾസിലെല്ലാം എന്ത് ഭംഗിയായിട്ടാണ് എല്ലാം വെച്ചിരിക്കുന്നത്. Dr. Lakshmi Nair and Chef Rashid and Chef Siddiq with us. മുളക് പൊടി വളരെ കുറച്ചേ ചേർക്കുള്ളൂ. പച്ചമുളകാണോ കൂടുതൽ?
എരിവിൻ്റെ മുളക് പൊടി അതിപ്പോൾ ഏറ്റവും അവസാനം താളിച്ചൊഴിച്ചത് അപ്പം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കാനായിട്ട്. അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി പെരിഞ്ചീരക കോഴിയാണ്. പെരിഞ്ചീരക കോഴി. ഓക്കെ. ഫെനൽ പൗഡർ ഇട്ടുണ്ട്. ചിക്കൻ ലെഗ് പീസ് നമ്മൾ ബോണസ് ചെയ്യുന്നത്. Nice. Nice. Oh, it's good. മാരാണോ? മൂന്നാർ തന്നെ. രണ്ടാളും ഒരു സ്ഥലത്ത് തോന്നുന്നു അല്ലേ? ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, 80% പാർട്ടിസിപ്പൻസ് ട്രെയിൻഡ് ആയിട്ടുള്ള ഷെഫുമാരാണ്. അതായത് പല പല സ്ഥാപനങ്ങളിൽ ഷെഫുമാരായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. എല്ലാവരും പ്രൊഫഷണൽസ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് അവരെല്ലാം എത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു, കാലിക്കറ്റ്, മലപ്പുറം, പാലക്കാട്, കോട്ടയം, പത്തനംതിട്ട, ട്രിവാൻഡ്രം, അതുപോലെ തന്നെ മൂന്നാറിലെ പ്രധാനപ്പെട്ട പല പല സ്ഥാപനങ്ങൾ, പല പല റിസോർട്ട്സ്, പല പല ഹോട്ടൽസിൽ നിന്നൊക്കെയാണ് ഇവരെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും തന്നെ പല സ്ഥലത്തും പല പല ഹോട്ടൽസിലോ റിസോർട്ടുകളിലോ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ എല്ലാവരും തന്നെ ജൂനിയർ ഷെഫുമാരാണ്. അവരുടെ സീനിയേഴ്സാണ് അവരെ ഇങ്ങോട്ടേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പ്രോത്സാഹനം കൊടുത്ത് വിട്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രൊഫഷണൽ ഷെഫ്സാണ് മത്സരിക്കുന്നതെങ്കിലും ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. ആർക്ക് വേണമെങ്കിലും മത്സരിക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെ 80% പ്രൊഫഷണലി ട്രെയിൻഡ് ഷെഫുമാരായിരുന്നെങ്കിൽ 20% ആൾക്കാർ കുറച്ച് സ്ത്രീകളും കൂടി ഉണ്ടായിരുന്നു. അവരിൽ പലരും ഹൗസ് വൈഫുകളാണ്, വിത്തൗട്ട് എനി ഫോർമൽ ട്രെയിനിങ്. പക്ഷേ അവരെല്ലാം തന്നെ ഹോം ഷെഫ്സോ അല്ലെങ്കിൽ ഹോം ബേക്കേഴ്സോ അങ്ങനെ ഏതെങ്കിലും ഒരു പാഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ തന്നെയായിരുന്നു. ചിലരൊക്കെ വർക്കിംഗ് ലേഡീസ് ആയിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അതിശയം തോന്നി. ഈ ഒരു ഇവന്റ് വളരെ മനോഹരമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ജഡ്ജിങ് പാർട്ടൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പോകാനുള്ള പ്രധാന കാരണം ഇതിന്റെ ഒരു ഓർഗനൈസേഷന്റെ മികവ് തന്നെയാണ്. ഈ ഒരു കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് മൂന്നാർ ഡെസ്റ്റിനേഷൻ മേക്കേഴ്സ് അഥവാ MDM എന്ന് പറയുന്ന സംഘടനയാണ്. മൂന്നാറിലെ പല പല റിസോർട്ടുകളുടെയും ഹോട്ടലുകളുടെയൊക്കെ ഓണേഴ്സിന്റെ ഒരു സംഘടനയാണ് MDM. അവരോടൊപ്പം അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മൂന്നാർ കേറ്ററിംഗ് കോളേജിലെ മാനേജ്മെന്റ്, ടീച്ചേഴ്സ്, സ്റ്റാഫ്, അതുപോലെ സ്റ്റുഡൻറ് വോളണ്ടിയേഴ്സ് എല്ലാവരും തന്നെ വളരെ വളരെ ആക്റ്റീവായിട്ടാണ് ഇവിടെ കാണുന്നത്. ദ ഹോൾ ഇവന്റ് വാസ് സ്പോൺസേർഡ് ബൈ ആബാദ് ഫുഡ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് ഓൾ കേരള ഷെഫ് കോമ്പറ്റീഷൻ സ്പൈസ് മാസ്റ്റർ 2025 എന്നുള്ള ഇവന്റ് ഇങ്ങനെ വളരെ ഗംഭീരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സെക്കൻഡ് സെഷനിൽ 25ഓളം മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു. ഒരുപാട്, അതായത് ആദ്യത്തെ സെഷനിനെക്കാട്ടി കൂടുതൽ ടേസ്റ്റിങ് ഞങ്ങൾക്ക് ഈ സെക്കൻഡ് സെഷനും നടത്തേണ്ടതായിട്ടുണ്ട്. ഒരു ഗ്യാപ്പൊന്നും ഇല്ല കേട്ടോ. ആദ്യത്തെ സെഷൻ കഴിഞ്ഞു, ഒരു 15 മിനിറ്റിനുള്ളിൽ സെക്കൻഡ് സെഷൻ ബാക്കി എല്ലാവരും വന്ന് ഇങ്ങനെ അവരുടെ വിഭവങ്ങളൊക്കെ നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്ന പാകത്തിന് ആക്കിയിട്ടാണല്ലോ ഞങ്ങൾ വരുന്നത്. ആ ഒരു 15 minutes to 20 minutes ഗ്യാപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബിറ്റ്വീൻ ദ ഫസ്റ്റ് സെഷൻ ആൻഡ് ദി സെക്കൻഡ് സെഷൻ. ഇവിടെ ഷെഫ് റഷീദും ഞാനുമാണെങ്കിൽ വനിതാ പാചകറാണിയിലെ സ്ഥിരം ജഡ്ജസ് ആണ്. കുറേ വർഷങ്ങളായിട്ട് 14 വർഷമായിട്ട് ഞങ്ങൾ ആ ഒരു ജഡ്ജിങ്ങിന്റെ സമയത്ത് മീറ്റ് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം അത് കൂടാണ്ടാണ് ഇവിടെ ഇപ്പോൾ മീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വേറൊരു സന്തോഷമാണ്. പിന്നെ ഷെഫ് റഷീദ് വളരെ എക്സ്പേർട്ടാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടസ്റ്റൻസിന് കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അവർക്ക് അടുത്ത കോമ്പറ്റീഷന് പങ്കെടുക്കുമ്പോൾ അതെല്ലാം റെക്ടിഫൈ ചെയ്തിട്ട് കുറച്ചുകൂടി എക്സൽ ചെയ്യാനുള്ള രീതിയിൽ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ സെക്കൻഡ് പേഴ്സൺ ഇസ് ഷെഫ് സിദ്ദിഖ്. അദ്ദേഹമാണെങ്കിലും മറ്റൊരു പ്രോമിനന്റ് പേഴ്സൺ ആണ് ഈ മേഖലയിൽ. അദ്ദേഹം ഒരു കൺസൾട്ടൻ്റ് ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പുതിയ പുതിയ റെസ്റ്റോറൻറ്റ്സിലെ മെനു സെറ്റ് ചെയ്യുക, റെസ്റ്റോറൻറ്റ് റൺ ചെയ്യാനായിട്ട് ഒന്ന് തുടങ്ങി കൊടുക്കുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. സത്യം പറഞ്ഞാൽ ജഡ്ജ്മെന്റ് വാസ് വെരി വെരി ഡിഫിക്കൽട്ട്. ഞങ്ങളുടെ ജഡ്ജിങ് പാനൽ കഷ്ടപ്പെട്ടു ഇതെല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് ആർക്ക് ഫസ്റ്റ് കൊടുക്കും, സെക്കൻഡ് കൊടുക്കും, തേർഡ് കൊടുക്കും. കാര്യം അത്രയും ടൈറ്റ് ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. ഒന്നിനൊന്ന് മെച്ചമായിരുന്നു അവിടെ വന്നിരുന്ന ഓരോ കണ്ടസ്റ്റൻസും. അങ്ങനെ ജഡ്ജ്മെന്റ് എന്നുള്ള വലിയൊരു കടമ്പ കടന്നുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ ഓൾമോസ്റ്റ് ദ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോമ്പറ്റീഷൻ ജഡ്ജിങ് പാർട്ടെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഫൈനൽ റിസൾട്ടൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ദൈവമേ, ഒരു 45ഓളം
കണ്ടസ്റ്റൻസിൻ്റെ ഭക്ഷണമൊക്കെ ടേസ്റ്റ് ചെയ്ത് ഓരോരുത്തരും 3 ഡിഷസാണ് ഉണ്ടാക്കിയത്, സ്റ്റാർട്ടർ, മെയിൻ കോഴ്സ് ആൻഡ് ഡിസേർട്ട്. അപ്പോൾ ഊഹിക്കാമല്ലോ എന്താണ് എൻ്റെയും എൻ്റെ കോ ജഡ്ജസിൻ്റെ അവസ്ഥ. അപ്പോൾ ഇനി പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെയാണ് അത് ഇവിടുത്തെ മെയിൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഈ അബാദ് ഫുഡ് സ്പൈസ് മാസ്റ്റർ 2025 ഓൾ കേരള ഷെഫ് കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് ആണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ മൂന്നാർ കേറ്ററിംഗ് കോളേജിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും മനോഹരമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ വെന്യൂ ഇതായതുകൊണ്ട് ഞാൻ അത് ഭയങ്കരമായിട്ട് എനിക്കത് എൻജോയ് ചെയ്യാൻ സാധിച്ചു. എന്ത് രസമാണെന്നറിയും ഇവിടെ. ഇതൊരുപാട് 30 ഏക്കേഴ്സോളം ഉണ്ട്. ഇതിനകത്താണ് ഈ സ്പ്രെഡ് ഔട്ടായി കിടക്കുകയാണ്. വെരി ബ്യൂട്ടിഫുൾ ആംബിയൻസ്. ഇങ്ങനെ ഇപ്പോൾ ഒരു മഴയൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ കോടയൊക്കെ മാറി നോക്കി ബാക്ക് ഡ്രോപ്പ് എവിടെ നിന്ന് നോക്കിയാലും ഈ മലനിരകളും. നേരെ ബാക്കിൽ കാണുന്ന കൊളുക്കുമല കേട്ടോ. ഇവിടെ നല്ല ആംബിയൻസ്. അവർ തന്നെ ഈ ഒരു ഈവൻറ്റിന് വേണ്ടിയിട്ടും ഗംഭീരമായിട്ട് എല്ലാം ബാനേഴ്സും ഇതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓഡിറ്റോറിയത്തിലേക്ക് പോകാം. എല്ലാവരും അവിടെ ഉണ്ടാകും. ഇനി പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് വാലിഡേറ്ററി ഫംഗ്ഷൻ. അപ്പോൾ മൂന്നാർ കേറ്ററിംഗ് കോളേജിൻ്റെ എന്താ പറയേണ്ടത്, ഓൾ ഇൻ ഓൾ അദ്ദേഹത്തിൻ്റെ ആണ് ചെയർമാൻ. ഓക്കെ, ടിസൻ തച്ചങ്കരി. ഇത് പറയുമ്പോൾ ഞാനിങ്ങനെ പേര് പറയാൻ ബുദ്ധിമുട്ടെങ്കിലും പഴയ പരിചയമാണ്. വർഷങ്ങൾക്ക് മുന്നേ പുള്ളിക്കാരൻ്റെ സിസ്റ്റർ എൻ്റെ ക്ലാസ്മേറ്റാണ്. പിന്നെ ടോമിൻ, അതായത് ടോമിൻ തച്ചങ്കരിയുടെ വൈഫ് അനീറ്റ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വലിയ ഫ്രണ്ടാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത്. എന്തുകൊണ്ട് വൈകിപ്പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത്ര ബ്യൂട്ടിഫുൾ. പിന്നെ താമസിക്കുന്നത് വേറെ തന്നെ ഹോട്ടലിലാണ്, ഫോർട്ട് മൂന്നാർ. ഇറ്റ്സ് അഗെയിൻ അനദർ ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. ഇത് 30 ഏക്കേഴ്സ് അല്ലേ? ഇത് 100 ഏക്കേഴ്സ്. ഓ മൈ ഗോഡ്, ഞാൻ വെച്ച് 30. എന്ത് ഭംഗിയാണ്. എവിടേക്ക് നോക്കിയാലും ഇങ്ങനെ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് അല്ലേ? 2 വലിയ മലയും ഇടയ്ക്കൊരു മലയാണ്. ആഹാ, ആ മലയും അതിൻ്റെ താഴ്വാരമാണ് ഈ കാണുന്നത്. ഓ, ഇവിടെയൊക്കെ പഠിക്കാൻ പറ്റിയാലൊരു ഭാഗ്യമാണ്. അന്നൊന്നും ഞാനൊക്കെ പഠിക്കുന്ന ആ സമയത്തൊന്നും ഇതില്ലല്ലോ. പലപ്പോഴും പേരൻസ് ഈ കുട്ടികളെ കൊണ്ട് വരുമ്പോൾ പേരൻസ് പറയും, ഓ ഞങ്ങളുടെ കാലത്തുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ചേർന്നേനെ. ഇപ്പോഴാണെങ്കിലും ഞങ്ങൾ ചേരാൻ തയ്യാറാണത്. ശരിക്കും ഇത് ഒരു 100% ഇവിടെ പ്ലേസ്മെന്റും ഉണ്ട് അല്ലേ? 100% പ്ലേസ്മെന്റ് ഉണ്ട്. അങ്ങനെ റെസിഡൻഷ്യലാണ്, 100% റെസിഡൻഷ്യൽ. പുറത്തൊന്നും വന്ന് പഠിച്ചു പോകാൻ പറ്റില്ല, സ്റ്റേ ചെയ്ത് പഠിക്കണം. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഓ, ഇവിടെ 5 സ്റ്റാർ ആണല്ലോ. ഇറ്റ്സ് എ 5 സ്റ്റാർ ഇൻസ്റ്റിറ്റ്യൂഷൻ. എനിക്കിതൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. ഞാൻ നാളെ വന്നാലോ എന്ന് ആലോചിക്കാം, വീണ്ടും ഒന്ന് കാണാനായിട്ട്, ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓൾ ഇന്ത്യ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഇവിടെ സ്റ്റുഡൻസ് ഉണ്ട്. ഇവിടുത്തെ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിയാണ് ഇവിടെ. കയറാമോ? ഓക്കെ. വാലിഡേറ്ററി ഫംഗ്ഷൻ നടക്കുന്ന പ്രധാനപ്പെട്ട ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു നിറഞ്ഞ സദസ്സാണ് ഞാൻ അവിടെ കാണുന്നത്. എല്ലാ പാർട്ടിസിപ്പൻസും അതുപോലെ തന്നെ ക്ഷണിക്കപ്പെട്ട വിശിഷ്ട വ്യക്തികളും പിന്നെ ഓർഗനൈസിംഗ് കമ്മിറ്റിയിലെ ഭാരവാഹികളും മൂന്നാർ കേറ്ററിംഗ് കോളേജിലെ സ്റ്റുഡൻറ് വോളണ്ടിയേഴ്സ്, ടീച്ചേഴ്സ്, എല്ലാവരും തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. മുൻനിരയിൽ തന്നെ പ്രധാനപ്പെട്ട വിശിഷ്ട അതിഥികളെല്ലാവരും തന്നെ ഓൾറെഡി ഇരുന്നിട്ടുണ്ടായിരുന്നു. മുഖ്യ അതിഥിയായ മൂന്നാർ കേറ്ററിംഗ് കോളേജ് ചെയർമാൻ ശ്രീ ടിസിൻ തച്ചങ്കരി, MDM പ്രസിഡന്റ് ശ്രീ ബേസിൽ യുയാക്കി, അസോസിയേഷൻ ഫോർ ടൂറിസം ട്രേഡ് ഓർഗനൈസേഷൻ ഇന്ത്യ പ്രസിഡന്റ് സുഭാഷ് ഘോഷ്, സ്മാർട്ട് മൂന്നാർ സെക്രട്ടറി ശ്രീ ജസ്റ്റിൻ ജോസ്, രാജധാനി കോളേജ് ഓഫ് Hotel Management Principal Shri Mahesh Krishna, MDM സ്ഥാപക President Shri Vimal Roy, തേക്കടി Destination Promotion Council Representative Shri Bipin Daniel, പിന്നെ അബാദ് ഫുഡ്സ് Assistant GM. നമ്മുടെ എല്ലാ പ്രിയങ്കരായ ഡോക്ടർ ലക്ഷ്മി നായരെ ഞാൻ മൂന്നാർ ഡെസ്റ്റിനേഷന്റെ സ്പീക്കേഴ്സിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. The Spice Master All Kerala Chef Competition 2025-ന്റെ ഇനാഗുറേഷന് വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Ladies and gentlemen, please put your hands together for our beloved Lakshmi ma'am. ഇതിൻ്റെ ഭാഗമാകാൻ സാധിച്ചു. നിങ്ങളെല്ലാവരും ഇത്രയും ഇമ്പോർട്ടൻസ് തന്ന് എന്നെ വിളിക്കുകയും എനിക്ക് വേണ്ടി ഈ ഡേറ്റ്സ് തന്നെ മാറ്റി വെച്ചിട്ട് ഞാൻ തന്നെ വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തത് തന്നെ എനിക്കൊരു വലിയ അംഗീകാരമായിട്ട് ഞാൻ കാണുകയാണ്. എനിക്കൊരു വലിയ സന്തോഷമാണ്. കാര്യം എനിക്ക് ജനറലി എനിക്കിഷ്ടമാണ് ഇങ്ങനെ കുക്കിംഗ് പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കാൻ. ഇത് കുക്കിംഗ് പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരെ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരായിട്ടാണ് കാണുന്നത്. ഞാൻ പഠിച്ചതും കാര്യങ്ങളും ഒക്കെ എന്താ പറയുക, ലോയൊക്കെ ആയിരുന്നെങ്കിലും ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു ഭയങ്കര പാഷനായിട്ട് കൊണ്ട് നടക്കുന്നത് കുക്കിംഗ് തന്നെയാണ്.
പക്ഷെ എനിക്കൊരു ഫോർമലായിട്ട് നിങ്ങളൊക്കെ പഠിച്ച പോലെയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഒരു കോളേജിൽ പോയി, ഒരു കേറ്ററിംഗ് കോളേജിൽ പോയി പഠിച്ചിട്ടില്ല. ജസ്റ്റ് ബിക്കോസ് ഓഫ് മൈ പാഷൻ, എൻ്റെ ഒരു എന്താ പറയുക, അത് സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുകയും സ്വന്തമായിട്ട് ചെയ്തിട്ടാണ് ഈ ഒരു മേഖലയിൽ നിൽക്കുന്നത്. ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, പ്രത്യേകിച്ച് കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ. നമ്മുടെ കംഫർട്ട് സോൺ വിട്ടിട്ട് പുറത്തൊരു സ്ഥലത്ത് പോയി അല്ലെങ്കിൽ പുറത്തൊരു വേദിയിൽ പോയിട്ട് കിട്ടുന്ന പരിമിതമായ സൗകര്യങ്ങൾ വെച്ചിട്ട് പാചകം ചെയ്ത് അതിൽ സമ്മാനം വാങ്ങുക എന്നൊക്കെ പറയുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ചാലഞ്ചാണ്. അതിൽ സമ്മാനം കൂടി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് എക്സലൻ്റ് ആണ്. എന്തായാലും വളരെ വളരെ സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു ഇതെല്ലാം തന്നെ. Gopal Krishna, WGX point. Gopal Krishna, WGX point. First runner-up prize goes to Vijay Jayaraj, All-Mix Mumbai. Congratulations. Thank you, ma'am. Now that one of the Chef, Master Chef Award category, iconic award പോകുന്ന പുരസ്കാരം. ആ പുരസ്കാരം കരസ്ഥമാക്കുന്നത് ഞങ്ങൾ അഭിമാനമുണ്ട് എങ്കിലുമേ അതൊരു വീട്ടമ്മയാണ്. ആ വീട്ടമ്മ ഫാത്തിമ സീത. അവിടെ ഫസ്റ്റ് ஆதியமாயிட்டு தொடங்கக்கூடிய ஸ்பைஸ் மாஸ்டர் அதில் ஜெயிச்சது ரொம்ப சந்தோஷமாக இருக்குது. என்ன சொல்றது, பிகாஸ் இவங்க வந்து என்னோட ஒரு நான் இப்போ வந்து நம்ம இவ்வளோ தூரம் பேஷனை நோக்கி ஓடுறோம்னா மேம் ஒரு ரீசன் ரொம்ப காலமாக ஃபாலோ பண்ணுறோம். ஸோ அவங்கக்கிட்ட எனக்கு எடுத்துக்கிட்டது பெரிய பெரிய ஷெஃப் கிட்ட இன்னைக்கு அதை வந்து நம்ம வந்து ஒரு ரெகனைசேஷன் எடுத்துக்கிட்டது, அது ஒரு ஹோம்மேக்கோ இல்லை ஒரு அதை ஒரு பேஷனாக எடுத்துக்கிட்டா கூட நம்ம அதில் வந்து ரொம்ப சின்சியராக இருந்தால் இவ்வளோ தூரம் வரலாம் அப்படிங்கிறது வந்து எனக்கு ரொம்ப சந்தோஷமா இருக்கு. അങ്ങനെ അവാർഡ് ഫുഡ് സ്പൈസ് മാസ്റ്റർ 2025 ഓൾ കേരള ഷെഫ് കോമ്പറ്റീഷൻ അങ്ങനെ വളരെ വിജയകരമായി ഇവിടെ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും പ്രൈസൊക്കെ കൊടുത്തു, സർട്ടിഫിക്കറ്റ്സ് കൊടുത്തു. ഗംഭീരമായിരുന്നു. ഷെഫുകളുടെ കൂടെ കമ്പീറ്റ് ചെയ്തൊരു വീട്ടമ്മയാണ് ഫസ്റ്റ് പ്രൈസ് നേടിയത്. അത് വളരെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാര്യം ഒരു വില്ലേജ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യണു, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളാണ്. അത്രയും പാഷൻ ഈ കുക്കിങ്ങിനോട് ഉള്ളത് കൊണ്ടാണ് അവിടുന്ന് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഈ സമ്മാനം കൊണ്ടുപോയി. ഒരുപാട് സമ്മാനം കിട്ടിയിട്ടുള്ള ആളാണ് ഓൾ ഇന്ത്യ ലെവലിൽ. നമുക്കറിയില്ലായിരുന്നു കേട്ടോ, പക്ഷേ എക്സലൻ്റ് ആയിരുന്നു പെർഫോമൻസ്. എല്ലാം ഒന്നിനൊന്നും മെച്ചതായിരുന്നു, പക്ഷേ മികച്ചതാണെങ്കിൽ ഇതൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനിയുള്ള വർഷങ്ങളിലും ഇതൊരു പ്രസ്റ്റീജിയസ് അവാർഡായിട്ട് ഇനി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അടുത്ത വർഷം ഉണ്ടാകും. ഇനി എല്ലാ വർഷവും ഈ സ്പൈസ് മാസ്റ്റർ ഇതുപോലെ എന്താ പറയുക ഓൾ കേരള ഷെഫ് കോമ്പറ്റീഷൻ ഉണ്ടാകും. അതുപോലെ മൂന്നാർ ഡെസ്റ്റിനേഷൻ മേക്കേഴ്സ് തന്നെയാണ് ഇതിൻ്റെ ഓർഗനൈസേഴ്സ്. അവർ കണ്ടക്ട് ചെയ്യുന്നതാണ്. ഗംഭീരമായിരുന്നു കേട്ടോ, അടിപൊളിയാണ്. ഇനിയിപ്പോൾ തിരിച്ച് ഞാൻ നമ്മുടെ താമസിക്കുന്ന ഫോർട്ട് മൂന്നാറിലേക്ക് പോവാണ്. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് മൂന്നാറിൽ വന്നിട്ട്. അതായത് ഒരു ബ്യൂട്ടിഫുൾ സ്റ്റേ ഇൻ ദിസ് ബ്യൂട്ടിഫുൾ ഹോട്ടൽ ഫോർട്ട് മൂന്നാറിലെ മനോഹരമായ സ്റ്റേ എൻജോയ് ചെയ്തുകൊണ്ട് മൂന്നാർ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുകയാണ്. അപ്പോൾ രാവിലെ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിന് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ബാൽക്കണി വ്യൂസ് എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. എവിടെ ചെന്ന് നിന്ന് നോക്കിയാലും എവിടേക്ക് ക്യാമറ മാറ്റിയാലും അതും ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ഫ്രെയിമാണ്. നല്ല എന്താ പറയുക പൊല്യൂഷൻ ഫ്രീ എയറൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇത് മോർണിംഗ് വൈബ്സ് രക്ഷയില്ല. അപ്പോൾ സൂര്യനെല്ലി ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മൂന്നാർ കേറ്ററിംഗ് കോളേജിലേക്ക് പോകുന്ന വഴിയാണ്. ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് മൂന്നാർ കേറ്ററിംഗ് കോളേജിനെ കുറിച്ചൊന്ന് കാണാനും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് പോവാണ്. ഓൺ ദ വേ ഇത് നോക്കി എൻ്റെ പിന്നിൽ
ഇതാണ് ഹോട്ട് എയർ ബലൂൺ റൈഡാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇതിപ്പോൾ അധികം ദിവസം ആയില്ല പറഞ്ഞു തുടങ്ങിയിട്ട്, പക്ഷെ അത് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ പേരെന്താ നിങ്ങളുടെ ഈ കമ്പനി? നമുക്ക് മൂന്നാർ ത്രിൽസ് എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ ഇതിൻ്റെ പരിപാടി എത്ര പേർക്ക് അറ്റ് എ ടൈം പറ്റും? ഒരു സമയത്ത് നമുക്ക് 4 പേർക്കാണ് ഒറ്റ ടൈമിൽ പോകാൻ പറ്റുന്നത്. അപ്പ് ആൻഡ് ഡൗൺ വരുമ്പോൾ നമുക്കൊരു 10 മിനിറ്റിൽ പോയിട്ട് താഴെ വരും. ഓക്കെ, അതെങ്ങനെ ചാർജ് ചെയ്യുന്നത്? ഒരാൾക്ക് 1500, ഒരാൾക്ക് 1500. അതൊരു പുതിയൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരിക്കും ആൾക്കാർക്ക്. എന്തായാലും ഞാൻ ഇപ്പോൾ തൽക്കാലം കയറുന്നില്ല, പക്ഷെ ഒരുപാട് ആൾക്കാർ ഇവിടെ കയറാറുണ്ട്. അപ്പോൾ ഈ ഹോട്ട് എയർ ബലൂണിൻ്റെ ഈ ഒരു റൈഡിന് ആക്ച്വലി അവർക്ക് ഇവർ തന്നെ ഡ്രോൺ പറത്തുന്നുണ്ട്. അപ്പോൾ ഡ്രോൺ ഷോട്ട്സ് എടുത്തിട്ട് വീഡിയോ ആക്കി കൊടുക്കും, എഡിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ വരുന്ന ഗസ്റ്റുകൾക്ക് റൈഡും എടുക്കാം, അവർക്ക് അതിൻ്റെ ഒരു മെമ്മറി ആയിട്ട് ആ വീഡിയോയും കിട്ടും. അത് എക്സ്ട്രാ പേയ്മെൻ്റ് ആണ് കേട്ടോ, 1500 രൂപ അല്ലാണ്ട് കൊടുക്കണം. പിന്നെ വീഡിയോയ്ക്ക് സെപ്പറേറ്റ്. അതേ ഡ്രോൺ കിടന്ന് പറന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചുറ്റും അല്ലേ. ഇവിടെ ഓപ്പറേഷൻസ്. ആഹാ, താഴേക്ക് വരുന്നു. ഇത് ശരിക്കും സൂര്യനെല്ലിയാണ്. പ്രോപ്പറായിട്ട് പറഞ്ഞാൽ കുളുക്കുമലയിലേക്ക് ജീപ്പ് സഫാരി എല്ലാം പോണേ സഫാരിയുടെ ആ എൻട്രൻസ് പോയിന്റാണ്. ഓ മൈ ഗോഡ്, നൈസ്. അങ്ങനെ നമ്മുടെ മൂന്നാർ കേറ്ററിംഗ് കോളേജിലെ വിശേഷങ്ങൾ കണ്ടുകൊണ്ട് നടക്കുന്നു. 100 ഏക്കറാണ്, എല്ലാ സ്ഥലവും നമ്മൾ ഓടിയെത്തില്ല. പക്ഷേ കാണേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. അതാണ് എനിക്ക് ഭയങ്കര ക്യൂറിയസ് ആയിരുന്നു. ഇവിടുത്തെ ലേഡീസ് ഹോസ്റ്റൽ, ഇതുപോലെ ഒരു ലേഡീസ് ഹോസ്റ്റൽ എവിടെയും കിട്ടില്ല എന്ന് പറയാം. കാരണം ഇവിടെ സ്വിമ്മിംഗ് പൂളുള്ള ലേഡീസ് ഹോസ്റ്റൽ കണ്ടാലോ. ഒരു ലോബി ഏരിയ ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ആഹാ, അയ്യോ ഓക്കെ. അങ്ങനെ സ്വിമ്മിംഗ് പൂൾ ഉള്ള ലേഡീസ് ഹോസ്റ്റൽ ഹൈലൈറ്റ് ആണ്, സെന്റർ പോയിന്റ്. ഇൻഡോർ ആയിട്ട് അതെ, അവരുടെ പ്രൈവസി സേഫ് ഗാർഡ് ചെയ്ത്. കാര്യം ഇതൊരു ഇന്റീരിയർ അകത്തുള്ളതാണ്, ഇന്റേണൽ ആയിട്ടുള്ള ഒരു പൂളാണ്. ഇതൊരു ഏട്രിയം ഫാഷനാണ് കേട്ടോ. റൂംസ് എല്ലാം ഇങ്ങനെ ഇതിന് ചുറ്റുമാണ്. ആക്ച്വലി പൂള് അതിന് ചുറ്റുമാണ്. ഇത് 3 നിലയാണ്. അപ്പോൾ റൂംസ് കുട്ടികളുടെ ഓരോ റൂംസും അങ്ങനെ സൈഡിലായിട്ട് വരും. അങ്ങനെ ഇൻഡോർ ആയിട്ടൊരു സ്വിമ്മിംഗ് പൂളുള്ളൊരു ലേഡീസ് ഹോസ്റ്റൽ, അതുപോലെ തന്നെയാണ് മെൻസ് ഹോസ്റ്റൽ എന്നും പറയുന്നു. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. നിങ്ങൾ അറിയാമൊക്കെ കണ്ടിട്ടുണ്ടോ? ഇത് എന്തൊരു അട്രാക്ഷനാണല്ലേ. കുട്ടികൾ അഡ്മിഷൻ വരുമ്പോൾ തന്നെ അവർക്ക് അയ്യോ ഹോസ്റ്റലിനകത്ത് ഇൻഡോർ പൂൾ. അവർക്കിന്ന് പഠിക്കാനാണെങ്കിലും അവരെല്ലാം ഇവിടെ വെള്ളത്തിൽ കാലിട്ടിരുന്ന പഠിക്കുന്നതെന്ന് പറയുന്നത്. സോ നൈസ്. ഇതൊരു ഞാൻ പറയില്ല ഏട്രിയം ഫാഷനാണ്. അപ്പോൾ എല്ലാം പൂൾ വ്യൂ ആണ് റൂംസ് എല്ലാം. സോ മച്ച് ഓഫ് ലക്ഷറി. ഇതൊരു കോളേജ് ഹോസ്റ്റൽ തന്നെയാണോ? കണ്ടാൽ തോന്നില്ലല്ലേ, അത്രയും നല്ല ലക്ഷറിയസ് സംഗതി ആയിട്ടിരിക്കും. അങ്ങനെ 3rd ഫ്ലോറിലെത്തി. ഇത് 3 നിലയാ. അപ്പോൾ ഈ 3rd ഫ്ലോറിലാണ് ജിം ഉള്ളത്. ഈ ഭാഗത്ത് ഓ അടിപൊളി ഒരു ജിമ്മും ഉണ്ട്. പിന്നെ വ്യൂ നല്ല ഭംഗിയാണ്. അതെ അതെ അതെ, സത്യം. പൈൻ ഫോറസ്റ്റ്, നാച്ചുറൽ. ഇതൊക്കെ സ്ലൈഡിങ് തുറക്കാൻ പറ്റുന്നതാണല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ഓപ്പൺ ചെയ്തിടാം. എല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ തന്നെയാണ്. മൾട്ടി ജിം ഉണ്ട്, പിന്നെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആണ് ഇവിടെ. ഡംബൽസ് ചെറുതൊക്കെ ആകാം, എല്ലാം 3 kg പല പല വെയിറ്റാണ്. 3 കിലോയുടെ കുട്ടികൾക്കപ്പോൾ നല്ല എക്സസൈസ്. അപ്പോൾ പഠനം മാത്രമല്ല അവരുടെ ഫിസിക്കൽ ഹെൽത്തും എല്ലാം ഇവർ നോക്കുന്നു എന്നുള്ളതാണ്. അതിനെ ഒരു കൺസേൺ കൊടുക്കുന്നു. അതാണ് പൂളൊക്കെ ഉണ്ട്. എന്ത് സുഖമല്ലേ. പൂളിന് അങ്ങനെ റെസ്ട്രിക്ഷൻ വല്ലതും ഉണ്ടോ? ടൈമിങ്ങും വല്ലതും അങ്ങനെയില്ല? അവർക്ക് എപ്പോഴെങ്കിലും ഇറങ്ങാം. ക്ലാസ് അവേഴ്സ് കഴിഞ്ഞ് either രാവിലെ ഓക്കെ ഓക്കെ ഇല്ല. അടിപൊളിയാണ്. അവരുടെ ഡൈനിങ് ഏരിയ കോളേജിൻ്റെ ആ പരിസരത്ത് തന്നെയാണ്. ഇതെല്ലാം ഒരു ക്യാമ്പസ് തന്നെയാണല്ലോ. പക്ഷെ രാവിലെ ഇവരിവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ കയറാം. പിന്നെ ലഞ്ച് കഴിഞ്ഞ് അത് അവിടെ തന്നെയാണ്. ഇടയ്ക്ക് ബ്രേക്കാണല്ലോ, ലഞ്ച് ബ്രേക്കും അവിടെ കഴിക്കാം. ഈവനിങ് പിന്നെ ടീ ആൻഡ് സ്നാക്ക് കഴിഞ്ഞിട്ട് തിരിച്ചിവിടെ വരുന്നു. രാത്രി അവർ തിരിച്ച് 7:30 ആകുമ്പോൾ കഴിക്കാൻ പോകുമ്പോൾ സെക്യൂരിറ്റിയുടെ കൂടെയാണ് പോകുന്നത്. ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് പഠിക്കണം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കാനായിട്ട് ഒരു ഏരിയ വെച്ചിട്ടുണ്ട്. സ്റ്റഡി ഒരു
നൈസ്. 4-5 കുട്ടികൾക്ക് അതെ അതെ, ഒരു കമ്പൈൻഡ് സ്റ്റഡിയോ എന്തെങ്കിലും ഒക്കെ ആണ്. മനസ്സിലായി. നൈസ്, വെരി നൈസ്. അപ്പോൾ ഇവിടുത്തെ റൂംസിൽ ഇവർക്ക് 4 വാർഡന്മാരുണ്ടെന്നാണ് പറയുന്നത്. ഓരോ ആഴ്ചയിലും ഓരോ റെസിഡൻ്റായിട്ട് ഇവിടെ തന്നെ താമസിക്കുന്നവർക്ക് റൂംസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു സിംഗിൾ റൂമിൽ 1 സിംഗിൾ ഓക്കുപ്പൻസി ആണെങ്കിൽ ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ടാകും, ഒരു ടെലിവിഷൻ ഉണ്ടാകും, കെറ്റിൽ യൂസ് ചെയ്യാം. ഓക്കെ, ബാത്ത് അറ്റാച്ച്ഡ് അല്ലേ? അതെല്ലാ റൂംസും ബാത്ത് അറ്റാച്ച്ഡ് ആണല്ലോ. നീറ്റ് ആൻഡ് ക്ലീൻ. അയൺ ബോക്സ് യൂസ് ചെയ്യാം. ഓക്കെ, നല്ല ബാത്റൂം. ഓക്കെ അല്ലേ? നൈസ് ബാത്റൂം. ഓക്കെ, പിന്നെ വേണമെങ്കിൽ 2 പേരായിട്ട് ഷെയർ ചെയ്യുന്ന റൂംസും ഉണ്ട്, 4 പേരുടെ ഉണ്ട്. അപ്പോൾ 4 പേരുടെ ഈ ഫെസിലിറ്റി ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇത് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ട് 1 or 2. താഴത്തെ ഫ്ലോറിൽ താമസിക്കുന്നവർക്ക് നേരെ കാലെടുത്ത് വയ്ക്കുന്ന പൂളിലേക്കാണ് കേട്ടോ. ഇത് 2 പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന റൂമാണ് അല്ലേ? 2 സ്റ്റഡി ടേബിൾ, പിന്നെ 2 കബോർഡ്, 2 ബെഡ്, നല്ലൊരു ബാത്റൂം, എല്ലാ ഫെസിലിറ്റി. ഇപ്പോൾ സിംഗിൾ റൂം ഉള്ളവർക്കാണ് ഫ്രിഡ്ജും ടെലിവിഷനും ഒക്കെ ഉണ്ടാവും. ഓക്കെ, കെറ്റിൽസ്. ഓക്കെ. അടിപൊളി. ഇത്രയും ഫെസിലിറ്റി ഒന്നും ഒരു ഹോസ്റ്റലിൽ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ കേരളത്തിലെ ഏറ്റവും മനോഹരമായ, ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് സീനിക് ആയിട്ടുള്ള ഒരു കേറ്ററിംഗ് കോളേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മൂന്നാർ കേറ്ററിംഗ് കോളേജ്. ഇത് എന്താ പറയേണ്ടതെന്നറിയില്ല. ഇതിൻ്റെ ഒരു നാച്ചുറൽ സെറ്റിംഗ് എന്ന് നോക്കുള്ളൂ. 100 acres ചുറ്റും മലനിരകളാണ്. ഇതിൻ്റെ ഏറ്റവും ബാക്കിലെന്ന് ഇപ്പോഴത്തെ കോടയൊക്കെ ഇറങ്ങി നിൽക്കുകയാണ്. ഒരു ക്ലൗഡ് ബെഡിനകത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് സൺറൈസ് ടൈമിലെന്നാണ് പറയുന്നത്. ആ സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല. കൊളുക്കുമലയുടെ ഭാഗമാണത് നേരെ കാണുന്നത്. അപ്പോൾ ഇവിടെ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നിറച്ച് ഇങ്ങനെ ഫോഗ് ക്ലൗഡ്സ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്ന പോലെ തോന്നും. ഇത് ഇങ്ങനെ കുറേ ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്താണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഓഫീസ് സ്പേസ്, ചെയർമാൻ്റെ റൂമൊക്കെ ഇരിക്കുന്ന ബിൽഡിംഗ്, പിന്നെ ക്ലാസ് റൂംസ്, ആ ഒരു പോയിന്റിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് നമുക്ക് തുടങ്ങാം. ഒരു ഹോം ടൂർ എന്നൊക്കെ പറയുന്ന ഒരു കോളേജ്, ഒരു 5 star കേറ്ററിംഗ് കോളേജ്. നമ്മുടെ ഇഷ്ടപ്പെട്ട മേഖലയാണല്ലോ പാചകം. ഇഷ്ടപ്പെടുന്നവർ, പാചകം പാഷനായിട്ടിരിക്കുന്നവർക്കൊക്കെ സ്വാഭാവികമായിട്ടും ഒരു കേറ്ററിംഗ് കോളേജ് വരുമ്പോൾ അത് കാണാനൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ മൂന്നാർ വന്നപ്പോൾ ഞാൻ ഇവിടെ തന്നെ ആയിരുന്നല്ലോ, നമ്മുടെ പ്രോഗ്രാമൊക്കെ ഇവിടെ ആയിരുന്നു. പക്ഷേ പ്രോഗ്രാമിൻ്റെ തിരക്കിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണാനായിട്ട് വന്നിരിക്കുന്നത്. നല്ല തണുത്ത കാറ്റൊക്കെ ആസ്വദിച്ചകത്തേക്ക് പോകാം. ഇത് കോളേജിൻ്റെ ഫാക്കൽറ്റിയാണ്, ഷാജു സാറ് അല്ലേ? അപ്പോൾ സാറ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. എനിക്ക് കാര്യങ്ങൾ അറിയണമല്ലോ എല്ലാം. നിങ്ങളുടെ സ്പെഷ്യൽ ATM അല്ലേ? സ്പെഷ്യൽ. ഓക്കെ, ഇതൊരു കറൻസി ഫ്രീ എന്താ പറയുക ക്യാമ്പസ്. സോളിഡ് ക്യാഷ് കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലായിടത്തും നമുക്ക് ATM. അതെ, ATM നോക്കിയാൽ ഇവരുടെ അതിന് വേണ്ടി ലോബി തന്നെയുണ്ട്. ATM മെഷീനൊക്കെ ഇവിടെ തന്നെയുണ്ട്. സാറ്റലൈറ്റ് വഴി വർക്ക് ചെയ്യുന്ന ATM ആണ്. ഓക്കെ, സാറ്റലൈറ്റ് വഴി നമുക്ക് സർവീസിന്റെ ഒന്നും പ്രശ്നമില്ല. ഫുൾ ടൈം അവൈലബിലിറ്റി ഉണ്ടാവും. ഇത് നമ്മുടെ സ്റ്റുഡൻസിന് ഒരു co-branded ATM കാർഡും കിട്ടും. സീറോ ബാലൻസ് അക്കൗണ്ട്. ഓക്കെ, അത് അവർ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ കിട്ടും അല്ലേ? അവരൊന്ന് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ. ഓക്കെ, നൈസ്. ചെയർമാൻ്റെ ഓഫീസാണ്. ഓക്കെ, ചെയർമാൻസ് ഓഫീസ്. സാറിപ്പോൾ എത്തിയിട്ടില്ല. ചെയർമാൻ എന്ന് പറഞ്ഞാൽ ശ്രീ ടിസിൻ തച്ചങ്കരി സാറാണ്. സാറ് വരുന്നേ ഉള്ളൂ. നമുക്ക് സാറിനെ കാണാം, കുഴപ്പമില്ല. പ്രോഗ്രാമിനൊക്കെ ഉണ്ടായിരുന്നു സാറ്. ഇത് പ്രിൻസിപ്പളിൻ്റെ റൂം ആൻഡ് ഓഫീസ് സ്പേസ് ആണ്. കോർട്ട്യാർഡ് പോലെ ഒരു സ്ഥലം കാണുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ബ്രീഫിംഗ് യാർഡ് ആണ്. ബ്രീഫിംഗ് യാർഡ്. നമുക്ക് എല്ലാ ദിവസവും രാവിലെ അസംബ്ലി ഉണ്ടോ? അസംബ്ലി ആണ്. ഓക്കെ, നമ്മുടെ എല്ലാ സ്റ്റുഡൻസും രാവിലെ ഇവിടെ അസംബിൾ ചെയ്ത് നമുക്ക് മോർണിംഗ് പ്രയർ ഉണ്ട്, അന്നത്തെ ന്യൂസ് ഉണ്ട്. അതൊക്കെ വെച്ചാണ് നമ്മൾ. ഓക്കെ, ഫുൾ സ്ട്രെങ്ത് ഉള്ള ദിവസം ഇവിടെ ആയിരിക്കില്ല, പുറത്ത് വെച്ചായിരിക്കും അല്ലേ? ഓക്കെ, പക്ഷേ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇവിടെ ആയിരിക്കും. ഓക്കെ. പിന്നെ ഇവിടുത്തെ ഈ പാറക്കല്ലുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇത് കംപ്ലീറ്റ് റോക്ക് ഉണ്ടായിരുന്ന ഏരിയ എന്നാണ് പറഞ്ഞത്. ആ പാറ അത് തന്നെ, ഒന്നും ഇവിടുത്തെ നേച്ചറിനെ ഒട്ടും തന്നെ ഡിസ്റ്റർബ് ചെയ്താണ് ഈ ഒരു ക്യാമ്പസ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാര്യം അതിൻ്റെ ആ ഒരു കാണുമ്പോൾ അറിയാം അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൻ്റെ ഒരു രീതിയിൽ കയറി ഇറങ്ങി ആ പാറയുടെയൊക്കെ അല്ലേ, ആ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത്. ആ റോക്സിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ വെച്ച് തന്നെയാണ് ഈ ഒരു ചുവരുകളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് സ്റ്റാഫ് റൂം അല്ലേ? ഓക്കെ. ഫാക്കൽറ്റീസ്. ഓക്കെ, നൈസ്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് എക്സാം നടക്കുന്നതുകൊണ്ടാണ് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്നത് അല്ലേ, കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളെല്ലാം ഫാക്കൽറ്റീസ് ആണല്ലേ? ഓക്കെ. ഇത് ഡീൻ്റെ ഓഫീസ്, അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഓഫീസ്. ഓക്കെ, അങ്ങനെ റോയൽ കോർട്ട്. ഇത് പാരൻസിൻ്റെയും വിസിറ്റേഴ്സിൻ്റെയും ലോഞ്ചാണ്. ലോഞ്ച് മീൻസ് അവർക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് വന്നിരിക്കാം.
അതൊരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസാണ്. കൊള്ളാലോ, നൈസ്. പാരൻസ് ലോഞ്ച്. വെയിറ്റിംഗ് ഏരിയ നല്ല കംഫർട്ട്. ഓക്കെ, ബാത്റൂം ഉണ്ടാകും അല്ലേ? ഓക്കെ, വാഷ്റൂമും എല്ലാം ആയിട്ട് അവർക്ക് കംഫർട്ടബിളായിട്ടിരിക്കാം. പിന്നെ ഇവിടെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ക്ലാസ് ഉള്ള ദിവസമല്ല, പക്ഷേ എക്സാം നടക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഒരു ക്ലാസ് കാണാം. ഇങ്ങനെയാണല്ലേ ക്ലാസ്. ഇതിപ്പോൾ എക്സാമിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ റീ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഓക്കെ ഓക്കെ, അതാണ് ഇങ്ങനെ അവിടെ സ്ഥല സ്പേസ്. ക്ലാസ് റൂമിനകത്തു നിന്നുള്ള വ്യൂവും ഗംഭീരം. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ക്ലാസ് റൂംസിലും നാച്ചുറൽ ലൈറ്റിംഗ് ആണല്ലേ? ഓക്കെ. നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് എന്താ അറിയോ? ഈ ഒരു നേച്ചറാണ്, ഈ ഒരു ലൊക്കേഷൻ. എവിടെ നോക്കിയാലും ബ്യൂട്ടിഫുൾ സീനറി. കുട്ടികളുടെയൊക്കെ ഭാഗ്യം ഇവിടെ പഠിക്കാൻ പറ്റുന്നത്. എത്രയാണ് ഒരു ക്ലാസ്സിൻ്റെ കപ്പാസിറ്റി? സ്റ്റുഡൻസ് എത്ര പേരുണ്ടാവും? ബാച്ച് പോലെയാണ് അല്ലേ? എന്നാലും മിനിമം 50 to 60. അതെ, ഓക്കെ. അവർക്ക് ഈ ഫ്രീ ടൈം ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ലാസ് ബിറ്റ്വീൻ ദ ക്ലാസ്സസ് സമയം കിട്ടുമല്ലോ. പുറത്തേക്ക് സാധാരണ ബ്രേക്ക് ടൈം ഒക്കെ കുട്ടികൾ സാധാരണ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി കോറിഡോറിലൊക്കെ നിൽക്കും. ഇവർക്ക് കോറിഡോറിലേക്ക് ഇറങ്ങി നിന്നാൽ തന്നെ ഇതാണ് കാഴ്ച. എന്താ രസമല്ലേ? ഇതിപ്പോൾ സമ്മർ ടൈമാണ് ഞാനിപ്പോൾ വന്നത്. എന്നിട്ട് തന്നെ നല്ല തണുപ്പാണ്. വിൻ്റർ ടൈമിലൊക്കെ എങ്ങനെയായിരിക്കും? ഭയങ്കര തണുപ്പായിരിക്കില്ലേ? കൂടുതലായിരിക്കും. കോടയൊക്കെ ഇറങ്ങി വരും ആ സമയത്ത് കുറച്ച് കൂടെ ആണല്ലേ? ഓക്കെ ഓക്കെ. ലോകത്തിലെ ഏറ്റവും ഹൈയസ്റ്റ് എലിവേഷനിൽ ടീ പ്ലാന്റേഷൻ ഉള്ള സ്ഥലമാണ്. യെസ്, അത് നിങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ. അപ്പോൾ ഇത് ആ പേരാണ് കൊടുത്തിരിക്കുന്നത്, കൊളുക്കുമലൈ സ്യൂട്ട്. അതായത് മോക്കപ്പായിട്ട് കുട്ടികളൊക്കെ ഇനി ഹോട്ടൽ ഇൻഡസ്ട്രിയിലല്ലേ ജോലി ചെയ്യാനൊക്കെ പോകുന്നത്. അപ്പോൾ അവർക്ക് ഹൗസ് കീപ്പിങ്ങിൻ്റെ ട്രെയിനിങ്, പ്രാക്ടിക്കൽ, അതെല്ലാം ഒരു സ്യൂട്ട് റൂമിൻ്റെ ഒരു ഹോട്ടലിലുള്ള റൂമിൽ എങ്ങനെയാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ റൂമും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ബെഡ് എങ്ങനെ വിരിക്കണം, സെറ്റ് ചെയ്യണം, ചെയ്ത് പഠിപ്പിക്കുന്നത്. ഓക്കെ. ഇവരുടെ ട്രെയിനിങ് റൂമാണ്. ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് ഇതൊരു ഓക്കെ ഓക്കെ. ട്രെയിനിങ് റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ, മോക്ക് ബാർ. എങ്ങനെയാണ് അല്ലേ ഒരു റെസ്റ്റോറൻറ്റിൽ എങ്ങനെ നമ്മൾ ഫുഡ് സർവീസ് എങ്ങനെ ചെയ്യാം, പിന്നെ ബാറിൽ നമുക്ക് മോക്ടെയിൽസ്, കോക്ടെയിൽസിൻ്റെ ഒക്കെ പ്രാക്ടിക്കൽസും എല്ലാം ഇവിടെ ചെയ്യും. ഒരു ഓപ്പൺ ബാൽക്കണി ഉണ്ട്. ഇവരുടെ ഇതെല്ലാം പ്രാക്ടിക്കൽ ട്രെയിനിങ് റെസ്റ്റോറൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇവിടെയാണ് അവരെ പഠിപ്പിക്കുന്നത്. നേരെ ഒരു ഓപ്പൺ ബാൽക്കണി, അടിപൊളി. കൊളുക്കുമലയും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു ക്യാമ്പസിൻ്റെ ഒരു ചെറിയൊരു രേഖാചിത്രം പോലെ കാണാം. കംപ്ലീറ്റ് അല്ല, ബിക്കോസ് ഇറ്റ്സ് എ ഹ്യൂജ് ക്യാമ്പസ്, സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കണം. പക്ഷെ എന്നാലും ഏകദേശം അറിയാം. മെൻസ് ഹോസ്റ്റൽ ഏതായിട്ട് വരും? എവിടെയായിട്ട് വരും? താഴെയാണ്. ഓക്കെ. പിന്നെ ഇതൊരു കോമൺ പൂളാണ്, അത് സ്വിമ്മിങ് പൂള്. പിന്നെ ആ ബിൽഡിങ്ങിലൊക്കെ എന്താ ഉള്ളത്? ആ ബിൽഡിംഗ് നമ്മുടെ മൗണ്ട് റോയൽ കോളേജ് എന്ന് പറയുന്നത്. മറ്റേ ഓക്കെ. ഇവിടെ 2 കോളേജസാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഒന്ന് മൂന്നാർ കേറ്ററിംഗ് കോളേജ്, രണ്ടാമത്തത് മൗണ്ട് റോയൽ കോളേജ് എന്ന് പറയുമ്പോൾ കോട്ടയം മറ്റേ ഗാന്ധി MG യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റഡ് ആണ്. ഇത് സൺഷൈൻ എന്നുള്ള ബാൽക്കണിയിൽ നിൽക്കുന്നു, ഓപ്പൺ സ്പേസ്. ആ കാണുന്നതാണ് ഇവിടുത്തെ കൺവെൻഷൻ സെൻറ്റർ. അതൊരു വലിയൊരു കൺവെൻഷൻ സെൻ്ററാണ്. നമ്മുടെ ഇവൻ്റൊക്കെ ഇന്നലെ അവിടെ വെച്ചിട്ടാണ് ആ ഇവൻ്റ് നടന്നത്. പില്ലർലെസ് ആയിട്ടുള്ള 11,000 സ്ക്വയർ ഫീറ്റോ? ഓക്കെ. ആ ബിൽഡിങ്. ഓക്കെ. അവിടെ കൺവെൻഷൻ സെൻറ്ററിൽ പ്രോഗ്രാംസിനൊക്കെ ആൾക്കാർ ഇപ്പോൾ സെമിനാറുകൾ, കോൺഫറൻസസ്, പിന്നെ എന്തൊക്കെയാണ് നടക്കുക അവിടെ? ഇവൻറ്റ്സ്, പല ഇവൻറ്റ്സ്, പ്രൈവറ്റ് ഇവൻറ്റ്സ്. ഇവരുടെ ഫങ്ഷൻസ് അല്ലാണ്ട് പ്രൈവറ്റ് അവിടെയാണ്. പിന്നെ പ്രൈവറ്റ് ഇവൻറ്റ്സിന് അല്ലാണ്ട് കൊടുക്കും അല്ലേ, റെന്റിന് കൊടുക്കാറുണ്ട്. ഇടുക്കിയിലുള്ള ഏറ്റവും ബിഗസ്റ്റ് കൺവെൻഷൻ സെന്റർ. ഓക്കെ ഓക്കെ. ഇത് മിസ്റ്റർ റിജു ചാക്കോ, സർവീസിന്റെ സീനിയർ ഫാക്കൽറ്റിയാണ്. ഓക്കെ. F&B സർവീസിന്റെ. ഓക്കെ 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 ഓക്കെ. അപ്പം നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ ഏരിയയിലേക്ക് പോവാണല്ലേ? ട്രെയിനിങ് കിച്ചൺസ്. ഓക്കെ, 2 എണ്ണം ഉണ്ട്. ബേസിക് ട്രെയിനിങ് കിച്ചണും അഡ്വാൻസ് ട്രെയിനിങ് കിച്ചണും അല്ലേ? ഓക്കെ. സാറാണ് അതിൻ്റെ മെയിൻ ഫാക്കൽറ്റി കേട്ടോ. ഇത് വരുന്നത് ബേസിക് ട്രെയിനിങ് ആണ്. ഇത് ബേസിക്. ഓക്കെ. ഫസ്റ്റ് ഇയേഴ്സ്.
ഇത് ബേസിക് ആണെങ്കിൽ അഡ്വാൻസ്ഡും ചെയ്തിരിക്കുന്നത്. ഇത് ബേസിക് കിച്ചൺ ആണ്. നമുക്ക് എല്ലാ വീക്കിലും പ്രാക്ടിക്കൽ വരുന്നുണ്ട്, ഓരോ ബാച്ചിനും കണ്ടിന്യൂസ് ആയിട്ട്. എന്തൊക്കെയാ പഠിപ്പിക്കുക ഇവിടെ? ഈ കിച്ചണിൽ ബേസിക്കലി വരുന്നത് അഡ്വാൻസ് ബേസിക് ആയതുകൊണ്ട് അവർക്ക് ബേസിക് മദർ സോസസുകളുടെ പ്രിപ്പറേഷൻ, സോസ് അല്ലെ, ബേസിക് സോസിന്റെ പ്രിപ്പറേഷൻസ്, അതിന്റെ പ്രിപ്പറേഷൻ, പിന്നെ അവർക്ക് കട്ടിങ്സ്, പല ടൈപ്പ് ഓഫ് കട്ടിങ്സ് എക്സ്പ്ലെയിൻ കൊടുക്കുന്നു, നൈഫ് ഒക്കെ യൂസ് ചെയ്യുന്ന രീതികൾ, ബേസിക് കിച്ചൺസ് എങ്ങനെ പെർഫോം ചെയ്യേണ്ടത്, ഗ്രൂമിംഗ് സ്റ്റാൻഡേർഡ്സ് എല്ലാം ഫസ്റ്റ് ഇയർ തന്നെ അതെല്ലാം പഠിച്ചെടുക്കും. അപ്പൊ അത് ഈ ഒരു കിച്ചണിലാണ് അത് ചെയ്യുന്നത്. പെർഫോം ചെയ്യുന്നത്. ഓ, അത് ആഴ്ചയിൽ എത്ര ദിവസം ഉണ്ടാവും അങ്ങനെ ഒരു ബാച്ചിന് 2 ദിവസം വെച്ചിട്ടുണ്ടാവും പ്രാക്ടിക്കൽ ട്രെയിനിങ്? ഇത് സെക്കൻഡ് കിച്ചൺ അല്ലേ? ദിസ് ഇസ് ദ അഡ്വാൻസ്ഡ് ട്രെയിനിങ് കിച്ചൺ. അഡ്വാൻസ്ഡ് ആയിട്ട് അവർ കുറച്ച് ബേസിക് കഴിഞ്ഞിട്ട് വരുന്നവരാണല്ലോ, അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പഠിപ്പിക്കുക. ഇന്ത്യൻ ഫുഡ് എങ്ങനെ ഉണ്ടാകും, ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, പിന്നെ ചൈനീസും, അതൊക്കെ വേറെ ഓരോ ടേബിള് ഓരോരുത്തർക്കും അലോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓ, അത് ശരി. നല്ല രസമല്ലേ ഇങ്ങനെയൊക്കെ ഇരുന്ന് പഠിക്കാൻ. വാഷ് ഏരിയ എല്ലാം ഉണ്ട്. ഇവിടെ നിന്ന് പഠിക്കാം, ഷെഫ് പഠിപ്പിച്ചു കൊടുക്കും, അവർക്ക് പഠിക്കാം. നീറ്റ്. ഹോട്ടൽസിൽ ഇതുപോലെ സ്റ്റോറുണ്ട്. അതുപോലെ കളക്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് ഇവരുടെ സ്റ്റോറാണ്. അപ്പോൾ അത് ഹോട്ടൽസിലെ പോലെ തന്നെ. ഓക്കെ, അവരെ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ട് അവർ കറക്റ്റായിട്ട് വന്ന് ഇവിടുന്ന് വാങ്ങണം. ഇത് തേങ്ങയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. ഓക്കെ, എല്ലാം സ്റ്റോറിൻ്റെ കണക്റ്റഡ് ആണ്. അവർ തന്നെ വന്ന് കളക്ട് ചെയ്തിട്ട്. ഓക്കെ, നമ്മൾ പോകുന്നത് 360 ഡിഗ്രി റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ 360 ഡിഗ്രി. അപ്പോൾ അത്രയും വ്യൂ ഉള്ള റെസ്റ്റോറൻറ്റ്. അതായത് റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം വാങ്ങി കഴിക്കുന്ന പോലെ തന്നെ സ്റ്റുഡൻസ് തന്നെ ഇവിടെ എന്താ പറയുക, ഇവിടെ ആ ഒരു റെസ്റ്റോറൻറ്റിൽ അവിടുത്തെ കിച്ചണിൽ ഇവർ തന്നെ കുക്ക് ചെയ്യും, മെനു ഇവർ തന്നെ തയ്യാറാക്കും, അങ്ങനെയല്ലേ? ഓക്കെ, എന്നിട്ട് അവർ കുക്ക് ചെയ്തിട്ട് ബാക്കി മാർക്കറ്റിംഗ് അവർ തന്നെ ചെയ്യാം. ക്ലാസ് ചെന്ന് സെല്ല് ചെയ്യും. അപ്പോൾ കുട്ടികൾ, ബാക്കി സ്റ്റുഡൻസ് വന്നിട്ട് പൈസ കൊടുത്ത് വാങ്ങി റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിക്കും. ഓപ്പറേഷൻസ് പഠിക്കാൻ പറ്റും. എത്ര രൂപയാണ് ചിലവാകുന്നത്, എത്ര രൂപയ്ക്ക് കൊടുത്താൽ അതിലൊരു പ്രോഫിറ്റ് മാർജിൻ, പ്രൈസ്, ഓക്കെ, എല്ലാം പഠിക്കാം. ഒരു പ്രാക്ടിക്കലായിട്ട് പഠിക്കും. ആ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. 360 ഗയ. വലിയ റെസ്റ്റോറൻറ്റ്, ഇറ്റ്സ് സോ ബിഗ്. 360 ഡിഗ്രി. എൻ്റെ ദൈവമേ. അതായത് നോക്കിക്കോളൂ, ഇപ്പുറത്തെ സൈഡിൽ അവരുടെ സ്റ്റോറ്, അത് കഴിഞ്ഞിട്ട് കിച്ചൺ, അവർ തന്നെ സ്റ്റോർ ചെയ്യുന്ന സാധനം എടുക്കുന്നു, കുക്ക് ചെയ്യുന്നു, കോസ്റ്റ് എടുക്കുന്നു, അല്ലേ? അതായത് ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ജ്യൂസ്, ഐസ്ക്രീം, ദാറ്റ് ഇസ് വൺ. പിന്നെ ഇവരുടെ കിച്ചൻ്റെ ഭാഗം ഇത് ഓക്കെ, അവിടെ അവർ കുക്ക് ചെയ്യുന്നു. കുക്ക് ചെയ്യുന്നതൊക്കെ ഇവിടുത്തെ കുട്ടികൾ തന്നെയാണ്. അവർ തന്നെയാണ് കോസ്റ്റ് ഇടുന്നതും അവർ തന്നെയാണ് വിൽക്കുന്നതും. അപ്പോൾ ബാക്കി സ്റ്റുഡൻസ് വാങ്ങുന്നു, കഴിക്കും. നോക്കിയാൽ എന്ത് വലുതാണ്. അതായത് ഇപ്പോൾ അവരുടെ ബർത്ത്ഡേ പാർട്ടിയോ അത് ശരി, കുട്ടികളുടെ ഫംഗ്ഷൻസും ഒക്കെ അവരിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ. ഓ, ദിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ബുഫേ കൗണ്ടേഴ്സ്. ഓക്കെ, ബുഫേ സെറ്റ് ചെയ്യാം. അതായത് ഇത് മുഴുവൻ കുട്ടികളുടെ കയ്യിലാണ്, അല്ലാതെ ഒന്നുമല്ല. അവർ റിയലായിട്ടൊരു റെസ്റ്റോറൻറ്റ് റൺ ചെയ്താൽ എങ്ങനെയാണ് അതുപോലെ അവിടെ. ഇതെല്ലാം ബുഫേ കൗണ്ടേഴ്സ്. അങ്ങനെ ഫൈനലി ചെയർമാൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുന്നു. ചെയർമാൻ എത്തിയപ്പോൾ ഇച്ചിരി വൈകി, ഞങ്ങൾ അതിന് മുമ്പ് ഇങ്ങനെ എത്തി. അതാണ് സംഭവം. ശ്രീ ടിസിൻ തച്ചങ്കരി സാറാണ്. അപ്പോൾ സാറ് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഒരു വളരെ രസകരമായിട്ട് പറഞ്ഞു തരും എല്ലാ കാര്യങ്ങളും. ഈ 360 ഡിഗ്രി റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു ഗ്രീക്ക് ഗോഡസിൻ്റെ പേരല്ലേ? അപ്പോൾ അതെന്താ? അതായത് ഇതിൻ്റെ പേര് ഗായ എന്നാണ്. ഗായ എന്ന് പറഞ്ഞാൽ മദർ ഓഫ് എർത്ത്, ഗ്രീക്ക് വേർഡ്. ആൻഡ് ഗായ ഷീസ് എ ഗ്രീക്ക് ഗോഡസ്. പിന്നെ നമ്മളിന്ന് റെസ്റ്റോറൻറ്റ് എന്നല്ല പറയുന്നത്, 360 ഡിഗ്രി ഡൈനിങ് എക്സ്പീരിയൻസ്. 360 ഡിഗ്രിയിൽ കാണാം. ആൻഡ് ഡൈനിങ് എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം. എൻ്റെ വൈഫ് മിമിയുടെ പേരാണ്, ഗായ ഞാനിട്ടാണ്. പക്ഷേ ആ 360 ഡിഗ്രി ഡൈനിങ് എക്സ്പീരിയൻസ് ഉള്ള വൈഫിൻ്റെ ഒരു ഇതാണ്. കാരണം ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഫുഡ് കഴിക്കുക എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം. ആ എക്സ്പീരിയൻസ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇത്രയും 18,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 18,000 സ്ക്വയർ ഫീറ്റ്. ഞാൻ നോക്കുന്നത് ഭയങ്കര സ്പേഷ്യസ് ആണ്. അപ്പം ലൈവ് കിച്ചൺ ഉണ്ട്, സോസ് ഉണ്ട്. ഇതെല്ലാം കൗണ്ടേഴ്സ് ആണ്, ബുഫേ കൗണ്ടേഴ്സ് ആണ്. പിന്നെ ഡിഫറെന്റ് ടൈപ്പ് സിറ്റിംഗ്, 4 പേരുടെ 6 പേരുടെ. പിന്നെ അവിടെ നിന്നുള്ള വ്യൂ ഇല്ല, വ്യൂ ഭയങ്കരം. ആനയിറങ്ങൽ ഡാമൊക്കെ കണ്ട് ആഹാ ഗംഭീരം. അതാണ് കൊളുക്കുമല. കൊളുക്കുമല ഇവിടെ നിന്ന് ഇപ്പൊ നല്ല കോട ഈ കാണുന്നത്. ഓക്കെ, സ്ട്രെയിറ്റ്. അതാണ് കൊളുക്കുമല. ശരിക്കും പറഞ്ഞാൽ കൊളുക്കുമലയുടെ താഴ്വാരത്തിലാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനം, അല്ലേ?
അതുകൊണ്ട് എവിടെ നോക്കിയാലും ഒരു മലയാണ്. ഇതൊരു മല, ആ അവിടെ ഒരു മല, ഇതൊരു മല. ഓക്കെ. താഴെ നോക്കുമ്പോൾ 3 മല കാണാം. അതെ. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഈ മല കാണത്തില്ല. കാണത്തില്ല. ബിൽഡിംഗ് ആണ് ഈ മല ഇതിന്റെ അതെ. ഈ മലയിൽ തന്നെ ഒട്ടും തന്നെ മാറ്റങ്ങൾ വരുത്താണ്ടല്ലേ സാർ ചെയ്തിരിക്കുന്നത്? എല്ലാം നമ്മുടെ ഭൂമിയുടെ കിടപ്പനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു പോളിസി എന്ന് വെച്ചാൽ ഒന്ന് മാക്സിമം മരങ്ങൾ വെട്ടാൻ പാടില്ല. പിന്നെ വി ഷുഡ് ടേക്ക് പങ്കാ വിത്ത് നേച്ചർ. നേച്ചറോട് ഒരിക്കലും ഫൈറ്റ്. ആ കിടപ്പനുസരിച്ചാണ്. ഇപ്പം ഇതിന്റെ എല്ലാ ഫ്ലോറിലും നമുക്ക് ഗ്രൗണ്ട് ചെയ്ത് ടച്ച് ചെയ്യാം. അവൻ്റെ ഇതിലുള്ള ഓരോ സാധനങ്ങളും ടൈലർ മെയ്ഡാണ്. ഈ ടൈലൊക്കെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് പ്രിന്റ് ചെയ്യിച്ചാണ്. ഇപ്പൊ അതിനുശേഷം ബാക്കി വന്ന മാർക്കുകൾ അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഈ ലൈറ്റ്സ് ഒക്കെ അലുമിനിയം ആണ്. അങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മൾ നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. ഭയങ്കര രസം. ഇവിടെ കാറ്റാ കേട്ടോ എപ്പോഴും. ആനയിറങ്ങൽ കണ്ടു. ഭയങ്കര രസം. ഇവിടെ 4 വർഷമാണല്ലേ കുട്ടികൾ പഠിക്കുന്നത് കൂടുതലും 4 ഇയർ കോഴ്സ്. നമുക്ക് ഒത്തിരി കൊളാബറേഷൻസ് ഉണ്ട്. അതായത് അക്കാഡമിക് കൊളാബറേഷൻസ് ആണ്. അതായത് ഇവിടെ 2 വർഷം പഠിക്കുക, 3-ാമത്തെ വർഷം സ്വിറ്റ്സർലൻഡില്. അങ്ങനെയുണ്ടല്ലേ? 1 വർഷം പഠിച്ചാൽ മതി. അപ്പം ഡിഗ്രി കിട്ടും. പിന്നെ ഇവിടെ പഠിക്കുമ്പോൾ സ്വിറ്റ്സർലൻഡ് സർട്ടിഫിക്കറ്റ്. 2 വർഷം ഇവിടെ പഠിച്ചിട്ട് പിന്നെ 1 ഇയർ സ്വിറ്റ്സർലൻഡിൽ പോയി പഠിച്ചാൽ പിന്നെ പഠിക്കണ്ട? വേണ്ട, 3 വർഷത്തെ ഡിഗ്രി. പിന്നെ അതുപോലെ തന്നെ 2 വർഷം ഇവിടെ പഠിക്കുക, 2 വർഷം കാനഡയിൽ റോയൽ റോഡ് യൂണിവേഴ്സിറ്റി ആയിട്ടുണ്ട്. 2 വർഷം അവിടെ പഠിച്ചാൽ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ 4 വർഷത്തെ കനഡിയൻ ഡിഗ്രി കിട്ടും. പിന്നെ അതുപോലെ 2 വർഷം ഇവിടെ പഠിക്കുക, 1 വർഷം UK പോയി പഠിക്കുക. ഇതെല്ലാം ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആണ്. നമ്മൾ മറ്റുള്ള പോലെ കൺസൾട്ടൻസ് ഡയറക്റ്റ് ആണ്. ഇവിടുന്ന് ഈ ക്രെഡിറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിലെ സിസ്റ്റം വന്നു. ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾ പുതിയ NEP അനുസരിച്ച് ഒരു കോളേജിലെ ക്രെഡിറ്റ് നമുക്ക് വേറെ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, വേറെ യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ആ സിസ്റ്റം വന്നിട്ടുണ്ട്. പണ്ട് വെളിയിലൊക്കെ ഞങ്ങൾ വളരെ പണ്ടേ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ 3 അക്കാഡമിക് കൊളാബറേഷൻ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ സ്റ്റുഡൻസ് അങ്ങനെ പോകുന്നുണ്ടല്ലേ? അതിന് എന്തെങ്കിലും മാനദണ്ഡം ഉണ്ടോ? സെലക്ഷൻ ക്രൈറ്റീരിയ? അല്ല, ഈ 1 ഇയർ കഴിയുമ്പോൾ ആ 1 ഇയറിന്റെ ഇത് വെച്ചിട്ട് അല്ല, ഇവിടുത്തെ 2 വർഷം 2 വർഷം കമ്പൽസറി. അത് പഠിച്ച് 2 വർഷം പഠിക്കുമ്പോഴത്തേക്കും സ്വിറ്റ്സർലൻഡ് സർട്ടിഫിക്കറ്റ് കിട്ടും, ഹയർ ഡിപ്ലോമ കിട്ടും, UK സർട്ടിഫിക്കറ്റ് കിട്ടും, ഹയർ ഡിപ്ലോമ കിട്ടും. പിന്നെ അവര് ഫിസിക്കലായിട്ട് അവിടെ പോയി പഠിക്കുന്ന പിന്നെ അവസാനത്തെ 1 വർഷമേ ഉള്ളൂ. അങ്ങനെ 2 വർഷം. UK ആണെങ്കിൽ 1 ഇയർ, സ്വിറ്റ്സർലൻഡ് 1 ഇയർ. അപ്പൊ ആ 1 ഇയറിൽ 6 മാസം ഇന്റേൺഷിപ്പും 6 മാസം അക്കാഡമിക്സും ആണ്. 6 മാസം പൈസ ഉണ്ടാക്കാനും പറ്റും. അതെ അതെ. അയ്യോ, നല്ലതാ. അത് നമുക്ക് മാത്രമേ ഉള്ളൂ അക്കാഡമിക് കൊളാബറേഷൻ. പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം ബ്രാഞ്ച് റാസൽ ഖൈമയിലുണ്ട്, UAE-ൽ. അപ്പം അവിടുത്തെ സ്റ്റുഡൻസിനെ ഇതുപോലെ വിടും. ഇവിടുത്തെ പിള്ളേർക്ക് ഇവിടെ 2 വർഷം പഠിക്കുന്നതിന് 1 വർഷം ഇവിടെ പഠിക്കുക, 1 വർഷം ദുബായ് പഠിക്കുക, പിന്നെ 1 വർഷം കാനഡയിലോ, അല്ല 2 വർഷം കാനഡയിലോ. ഭയങ്കര എക്സ്പോഷർ ആണല്ലോ. അതെ, എല്ലാം. അപ്പൊ 3 ക്യാമ്പസിലായിട്ട് പഠിക്കാൻ പറ്റും. അതൊരു വലിയ സംഭവമാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് അറിയുന്നത് ഇതൊക്കെ. അവിടെ പഠിക്കുന്ന പിള്ളേർ ഇവിടെ വരും. ശരി, ഓക്കെ. കാനഡയിൽ ദുബായ് പഠിക്കുന്ന പിള്ളേർ ഇവിടെയും വരും. അവർക്കും എക്സ്പോഷർ. അതെ, പിന്നെ തീർച്ചയായിട്ടും എമർജൻസി സിറ്റുവേഷനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നാലും അതിനുള്ള എക്വിപ്ഡ് ആണ്. ലെസ് ദാൻ എ മിനിറ്റ് എല്ലാവരെയും ഇവാക്യുവേറ്റ് ചെയ്യാം. ഹെലിപാഡ് ഉണ്ട്, അസംബ്ലി പോയിന്റ് അവിടെ ഉണ്ട്, ഹെലിപാഡ് ഉണ്ട്. അപ്പൊ തന്നെ എല്ലാവരെയും ഇവാക്യുവേറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ഫയർ എഞ്ചിന് ചുറ്റും ഓടാനുള്ള ആ ഒരു ഇതും ചെയ്തിട്ടുണ്ട്. 5 കിലോമീറ്റർ റോഡുണ്ട്. 5 കിലോമീറ്റേഴ്സ് റോഡ്. മനസ്സിലായി, ടാറിട്ട റോഡ്. ഓക്കെ, 5 കിലോമീറ്ററോളം ഇതിനകത്ത് തന്നെ ഇന്റേണൽ ആയിട്ട്. എല്ലാം വെൽ പ്ലാൻഡ് ആണ്. ഒരു പ്ലാൻഡ് സിറ്റി എന്നൊക്കെ പറയില്ല, അതുപോലെയാണ്. ഇങ്ങനെ താഴേക്കാണ് വരുന്നത്. ഡിസെൻഡിങ് ഓർഡറിലാണ്. മേളിൽ നിന്ന് 4ാമത്തെ നിലയിൽ നിന്ന് തുടങ്ങുന്നു, താഴേക്ക് താഴേന്നും കയറാം, മേളിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യാം. ആ സൈഡിൽ ഫാക്കൽറ്റി അക്കോമഡേഷൻ. ഓക്കെ, നമ്മുടെ കൺവെൻഷൻ ഹോട്ടൽ. ഓക്കെ, അതാണ് ഈ കൺവെൻഷൻ സെന്ററിൽ പ്രോഗ്രാം എന്തെങ്കിലും ഇവന്റിന് വേണ്ടിയിട്ട് വരുന്നവർക്ക് താമസിക്കാനുള്ള. ഇതാണ് കൺവെൻഷൻ സെന്ററിലെ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള റൂംസ്, ഹോട്ടൽ റൂംസ്. കൺവെൻഷൻ ഹോട്ടൽ എന്ന് പറയാം റൂംസിന്. അപ്പോൾ ഇവൻറ്റ്സ്, പ്രൈവറ്റ് ഫംഗ്ഷൻസ്, കല്യാണങ്ങളൊക്കെ ഇവിടെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. റിസപ്ഷൻസ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ? വലിയ കോൺഫറൻസസ്, കൺവെൻഷൻ. അപ്പോൾ അവരെല്ലാം ഇവിടെ സ്റ്റേ ചെയ്യും. റൂംസ്, ഹോട്ടൽ റൂംസ്. കുറേയൊക്കെ പുറത്തുള്ള റിസോർട്ടുകളിലും ഒക്കെ എടുക്കും. നമുക്കുണ്ടല്ലോ. എല്ലാത്തിനും 2-3 സൈഡിൽ കൂടി കയറാൻ പറ്റുന്ന എൻട്രൻസ് ഉണ്ട്. ഗ്രൗണ്ടിൽ നിന്നും വരാം, മേളിൽ നിന്ന് വരാം, സൈഡിൽ നിന്ന് വരാം, എല്ലായിടത്തു നിന്നും വരാം. ചെയ്തു വെച്ചു. അത് മനസ്സിലായി. ഭൂമിയെ ഡിസ്റ്റർബ് ചെയ്യാണ്ട്. അതാണ് റെസ്പെക്റ്റ് എർത്തിനോടുള്ള. കുറത്തി ആൻഡ് കുറവൻ
സ്യൂട്ട് റൂംസ് ആണ്. അതാണ് കാണിക്കുന്നത്. ഓക്കെ, ഒരു സ്യൂട്ട് റൂം കാണാം നമുക്ക്. കുറവൻ, യെസ്, കുറവൻ. ഓക്കെ. ആഹാ, ഇത് മൊറോക്കൻ ടൈൽസ് ആണ്. ഓ അത് ശരി. ഇതിപ്പോൾ ഗ്രൗണ്ട്. ആ, എഗെയിൻ നമ്മൾ എത്ര ഗ്രൗണ്ട് ഉണ്ടല്ലേ, പല ലാൻഡിംഗ് ആണ്. മേളിലുണ്ട്, താഴെയുണ്ട്. ഇത് ലാൻഡിങ്, ലാൻഡിങ്, അതെ. അതിന്റെ മുകളിൽ ലാൻഡിങ്, താഴെ ലാൻഡിങ്. ഈ ബിൽഡിംഗിൽ തന്നെ 1, 2, 3, 4 ലാൻഡിങ്. 4 ലാൻഡിംഗ്. സോ നൈസ്. ഇതിന്റെ ബാത്റൂം മൊറോക്കൻ ടൈൽസ്. ഇതിന്റെ ബാത്റൂം ഒരു പ്രത്യേകതയുണ്ട്. ഫുൾ. ഓ ബ്യൂട്ടിഫുൾ. വാഷ് ബേസിനൊക്കെ ഭയങ്കര വ്യത്യാസം. ഓക്കെ. ഇതിൽ നിന്ന് നമ്മൾ ബാത്ത് ചെയ്യാൻ ഭയങ്കര പ്രത്യേക ഫീലിംഗ് ആണ്. ഫുൾ വൈറ്റ്. ഫുൾ വൈറ്റ്. ഭയങ്കര. പല എല്ലാ ടിവിയും ഗൂഗിൾ ടി വി ആണ്. അപ്പൊ അതുകൊണ്ട് നെറ്റിന്റെ പ്രശ്നം വരുന്നില്ല. അപ്പൊ കസ്റ്റമർക്ക് അവരുടെ ഇത് യൂസ് ചെയ്ത് അവരുടെ നെറ്റ്ഫ്ലിക്സോ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓൾ ഗൂഗിൾ ടി വിസ്. അത് കൊള്ളാം. ദ കോർട്ട്യാർഡ്. അതായത് കൊട്ടിയാടത് കോൺസെപ്റ്റ് അതാണ്. അതെ, മനസ്സിലായി. നമ്മുടെ എല്ലാ പേരുകളും അതിനോട് സാമ്യമുള്ള പേരുകളുടെ എന്താണെന്നറിയാം. നമുക്കറിയാൻ പറ്റും. കുട്ടികളുടെ ബേക്കറി ട്രെയിനിങ് ഇവിടെയാണ് നടക്കുന്നത്. പ്രാക്ടിക്കൽസ്, സ്പെഷ്യാലിറ്റി ട്രെയിനിങ് കിച്ചണാണിത്. നമ്മൾ അഡ്വാൻസ് കണ്ടു, ഇത് സ്പെഷ്യാലിറ്റിയാണ്. നമ്മൾ നേരത്തെ കണ്ടത് അഡ്വാൻസും സ്റ്റാർട്ടിങ്ങിൻ്റെ അതിനെന്താ പറയുക, ബേസിക് ട്രെയിനിങ്ങിൻ്റെ കിച്ചൺ കണ്ടു, അഡ്വാൻസ്ഡ് ഇത് സ്പെഷ്യാലിറ്റി. ഇവിടെ ഇപ്പോൾ ബേക്കറി ട്രെയിനിങ്. ഹലോ ഷെഫ്, ഗുഡ് മോർണിംഗ്. ഷെഫ് ഇവിടെ ട്രെയിനിങ് രാവിലെ തുടങ്ങാൻ പോവാണല്ലേ? ഞങ്ങളുടെ കേഡക്സ് ആണ് ഞങ്ങളിവരെ വിളിക്കുന്നത്. ഇവിടെ സ്റ്റുഡൻസ് ഒന്നും സാറന്മാരൊന്നും പേരില്ല. ഇവർ കേഡക്സ് ആണ്. കാരണം ഇത് യൂണിഫോംഡ് ഇൻഡസ്ട്രി ആണ്. സോ ദേ കനോട്ട് ബിഹേവ് ലൈക്ക് എ സ്റ്റുഡന്റ്. ദേ ഹാവ് ടു ബി എ കേഡറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ആ കേഡറ്റ്സിനെ വിളിക്കുന്നത്. പട്ടാളക്കാരെ പോലെയാണ്. ഓരോ ടീച്ചേഴ്സിനെ വിളിക്കുന്നത് ട്രെയിനേഴ്സ്. നമ്മളിവിടെ ടീച്ച് ചെയ്യല്ല, ട്രെയിൻ ചെയ്യാണ്. അപ്പോൾ ഈ ടീച്ചിങ് ഈസ് ഓൺലി വൺ എലമെന്റ് ഓഫ് ട്രെയിനിങ്. ഓക്കെ, ഒരു പട്ടാള സ്റ്റൈലാണ്. ആർമി സ്റ്റൈൽ. NDA ഒക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ, നാഷണൽ ഡിഫൻസ് അക്കാദമി. അപ്പോൾ ട്രെയിനേഴ്സ് ആണ് ടീച്ചേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ വിളിക്കുന്നത്. ആൻഡ് ദീസ് ആർ ഓൾ കേഡറ്റ്സ്. അപ്പോൾ നിങ്ങളൊക്കെ ഭാവിയിലെ വാഗ്ദാനങ്ങളാണ്. അതെ, വലിയ വലിയ ഷെഫുമാരാണ് നമ്മളിപ്പോൾ കണ്ടുപോകും. പിന്നെ ഇവരുടെ ബേക്കിംഗ് എക്യുപ്മെൻറ്റ്സ്, പിന്നെ ഇവിടെ എല്ലാം അതിൻ്റെ പാത്രങ്ങൾ, ഫ്രീസറാണ് വലിയ മാസ്റ്റേഴ്സോ, വലിയ ഡീപ് ഫ്രീസറുണ്ട്, എല്ലാ മോൾഡുകളുണ്ട് ഇവിടെ. എവറിത്തിങ് ഈസ് ഹിയർ. വലിയ ഫ്രീസർ, വാഷിംഗ് ഏരിയ. പിന്നെ ഇതാണ് ഷീറ്റർ. ഷീറ്റ്സ്. അതെ അതെ അതെ, പേസ്ട്രി ഷീറ്റ്സൊക്കെ ഉണ്ടാക്കുന്ന മെഷീൻ. മാവ് പ്രൂവ് ചെയ്യാൻ വെക്കില്ലേ, ദാറ്റ് ഇസ് ബ്രെഡ് അങ്ങനത്തെ ഒക്കെ പൊങ്ങാനായിട്ട്. അതിനുള്ള ഒരു ഇലക്ട്രിക് പ്രൂഫറാണ്. അതിൽ വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് മതി. 10 മിനിറ്റ് കൊണ്ട് വലിയ ബ്രെഡിൻ്റെ ഡോ ശരിയായി വരും. അത് കൊള്ളാം. നേരെ ഓവനിലേക്ക് കയറ്റുന്നു. മൂന്ന് ഓവനും 3 ഹീറ്റിൽ നമുക്ക്. കോമ്പി അത് കോമ്പിനേഷൻ ആണോ? ഇത് ഒരു ഹോട്ടലിൽ മാത്രം മതി. എന്തുവേണം ഉണ്ടാക്കേണ്ടത്, പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇറ്റ്സ് എ കമേഴ്ഷ്യൽ വൺ അല്ലേ? എല്ലാം കമേഴ്ഷ്യൽ. ഇതൊക്കെ കുട്ടികൾക്ക് എക്സ്പോഷർ കിട്ടുകയാണ് അവർക്കപ്പോൾ. ഇനി ഒരു ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഹോട്ടലിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവർ കാണാത്ത ഒരു എക്യുപ്മെന്റ് ഉണ്ടാവില്ല. ഫെമിലിയാരിറ്റിയാണ്. അപ്പോൾ ദേ നോ ഹൗ ടു ഓപ്പറേറ്റ് ഓൾസോ. അപ്പോൾ നിങ്ങളൊക്കെ ഏത് ഇയറിലെ സ്റ്റുഡൻസ് ആണ്? സെക്കൻഡ് ഇയർ കഴിഞ്ഞു. എല്ലാവരും പല ക്ലാസ്സിലാണോ? ഓക്കെ, ഫസ്റ്റ് ഇയേഴ്സും ഉണ്ട്. എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ്? അടിപൊളിയല്ലേ? എത്ര നല്ലൊരു സ്ഥലം, എത്ര നല്ല ഫാക്കൽറ്റീസ്, എന്തൊക്കെ ഫെസിലിറ്റിയാണ്. നിങ്ങളൊക്കെ ഭയങ്കര ഭാഗ്യമുള്ളവരാണ്, നോ ഡൗട്ട്. ഇത്രയൊക്കെ കാണാനും എക്സ്പോഷർ കിട്ടുമല്ലേ ഒരുപാട്. എനിക്കിനി ഒന്നും ചേർന്ന് പഠിച്ചാൽ കൊള്ളാത്തതുകൊണ്ട് ഞാൻ ഫോർമലായിട്ട് പഠിച്ചിട്ടില്ലല്ലോ. ആദ്യം ബേസിക്കോട്ട് തുടങ്ങിയാലോ എന്നാലോചിക്കുകയാണ്. അടിപൊളി. ഇവിടെ വന്ന് ചുമ്മാ താമസിക്കാത്ത എന്ത് രസമാണ്. നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് അല്ലേ? ഹാപ്പി. ഈ സാറൊക്കെ എന്ത് നല്ല സാറാ, എല്ലാം പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ബേക്കിംഗ് ഒക്കെ നിങ്ങൾ ഭയങ്കര എക്സ്പേർട്സ് ആവും ഇത് കഴിയുമ്പോൾ. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ടല്ലോ.
ഈ ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിങ്സ്. ഇനി ഇത് നിങ്ങളെല്ലാവരും പ്രൊഡക്ഷനിലേക്ക് തന്നെയാണോ കയറാൻ ഉദ്ദേശിക്കുന്നത്? ബേക്കറിയാണ് നോക്കുന്നത്. ആൻഡ് ബേക്കറി. പിന്നെ നിങ്ങളൊരു ഹോട്ടലിൽ പോയാലും പ്രൊഡക്ഷൻ സൈഡായിരിക്കും അല്ലേ? ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ മെയിൻ കോർ സബ്ജക്റ്റ് 4 അതേ വന്ന് ഫ്രണ്ട് ഓഫീസ്, F&B സർവീസ്, പ്രൊഡക്ഷൻ, ഹൗസ് കീപ്പിംഗ്, പിന്നെ എഞ്ചിനീയറിംഗ്, അങ്ങനെ വരെ പലതും. ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും പഠിപ്പിക്കും. എല്ലാം പഠിപ്പിക്കും. അവർക്ക് ഹോട്ടലിൽ പോയാൽ ഇഷ്ടം ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. 3rd ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും കോൺസെൻട്രേറ്റ് ചെയ്യും. അവർക്ക് ഏതിലേക്കാണ് ഇൻട്രസ്റ്റ് എന്നനുസരിച്ചിട്ട്. മജോറിറ്റി ആൾക്കാർ ഷെഫ് എന്നുള്ള ഇതിലാണ് പോകുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നതിനാണ്. അതെ അതെ അതെ, അത് സത്യമാണ്. വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എ ഷെഫ്. അതെ, അതായത് ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് സോക്ക് ചെയ്താണ് അല്ലേ? ക്രിസ്മസ് പ്ലം കേക്കിന് വേണ്ടിയിട്ട്. മണം കഴിക്കുന്നു. അയ്യോ തൊട്ടപ്പെട്ടണ്ട പൊട്ടിക്കണ്ട. ഈവൻ അതർവൈസ് ഐ ക്യാൻ you take one ladle? ഓ, ഇത് എന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്? This is more than 3 years. മോർ ദാൻ 3 years. ആവശ്യാനുസരണം എടുക്കും അല്ലേ? എവറി ഇയർ. അതായത് നമ്മൾ ഉറ ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് മിക്സ് ചെയ്തിട്ടല്ലേ ചെയ്യണം. അതുപോലെ ഈ സോക്ഡ് നട്ട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് 50 കിലോ ഉണ്ടെങ്കിൽ 40 കിലോ എടുത്തിട്ട് 10 കിലോ സൂക്ഷിക്കുക. എന്നിട്ട് അതിലാണ് വീണ്ടും ഫ്രഷ് ആയിട്ട് സോക്ക് ചെയ്യുന്നത്. ഓ, ഇത് 3 വർഷം സോക്കായതാണ്. എൻ്റെ അമ്മീ, കാണുമ്പോൾ എന്ത് പണം അറിയോ? സ്ട്രോങ്. So this is the flavor and consistency has to be comes for the next year of നെക്സ്റ്റ് ഇയർ. ഓക്കെ, അടുത്ത ഈ ഡിസംബറിലെ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതായിരിക്കും ഇതിന്റെ ബേസ് അതിന് കൂടുതൽ വേറെ ഇട്ടിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അതൊരു കേക്ക് മിക്സിംഗ് സെറമണി ഉണ്ട്. അപ്പോൾ അതിന്റെ കൂടുതൽ ഇതും കൂടെ, അതായത് ഇത്രയും 3 വർഷം പഴക്കമുള്ള ഒറ. ഇവിടുത്തെ ലൈബ്രറിയിലേക്ക് പോവാം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഏരിയയാണ് ലൈബ്രറി. കുക്കിംഗ് ബുക്സ്. ഓ, ലൈബ്രറി ഇവിടെ. വിസ്ഡം ബേ. ആം ഐ ലുക്കിംഗ് ഫ്രഷ് അപ്പ് ചെയ്തിട്ട് നോക്കും. ആം ഐ ലുക്കിംഗ് സ്മാർട്ട്? ഞാൻ നോക്കാം. എന്നിട്ട് ഇതുവഴി കയറി ക്ലാസ് റൂമിലേക്ക് പോകും. ഓക്കെ, ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ് കേട്ടോ. പല ബിൽഡിങ്സിലെയും ക്ലാസ് റൂംസും ഒക്കെ ഇങ്ങനെ. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പിടി കിട്ടത്തില്ല, അങ്ങനെ കിടക്കുക ഇത്. കൺഫ്യൂഷൻ, അങ്ങനെ ഇങ്ങനെ കിടക്കുക. ഇതാ ലൈബ്രറി, വിസ്ഡം ബേ. ഇത് രസമുള്ള ലൈബ്രറി. ഒരു ബ്രിട്ടീഷ് പാറ്റേൺ ആണ്, കൊളോണിയൽ പാറ്റേൺ ആണ്. ഇതിങ്ങനെ വന്നിട്ട് ഒരു സ്റ്റെയർ കേസ് ഉണ്ട്, ഒരു ലാൻഡിങ് ഉണ്ട് ഇവിടെ, ചെറിയൊരു കുഞ്ഞു ബാൽക്കണി പോലെ. ഇവിടെ ഇരുന്ന് വായിക്കാം. എടുത്തിട്ട് വായിക്കാം. ഫോട്ടോ കോപ്പി അമ്മയിലുണ്ട്. ഓ, റീഡിങ് ഈസ് എൻ അഡ്വഞ്ചർ ദാറ്റ് നെവർ എൻഡ്സ് എന്നാണ്. സൈലൻസ് പ്ലീസ്. ഇവിടെ ഒരു സൈലൻ്റ് ആയിട്ടിരുന്ന ആൾക്കാർക്ക് വായിക്കാം. അതെ, ലൈറ്റ് ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ തണുത്ത കാറ്റ്. ഇങ്ങനെ അവിടെ കയറി ലൈബ്രറിയുടെ ഷെൽഫ് നോക്കി. നമുക്ക് ഇത് റെഫറൽ ലൈബ്രറിയാണ്, റെഫറൻസ് ഉള്ളി കൊണ്ടുപോകാൻ പറ്റില്ല, ബുക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കില്ല. ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ അവിടെയുണ്ട്, വേണമെങ്കിൽ അവർക്ക് കോപ്പീസ് എടുക്കാം. ഇദ്ദേഹമാണ് ഇവിടുത്തെ ലൈബ്രറിയൻ. ലൈബ്രറി സയൻസിൽ PG ഉള്ള ആളാണ്. കുക്കിംഗ് ബൈബിൾ, ഏതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കുക്കിംഗ് ബുക്സൊക്കെ. ഇതെല്ലാം ഉണ്ട്, പല ടൈപ്പ് ഓഫ്. ഇത് 90% ബുക്സ് ഇമ്പോർട്ടഡ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇവിടെ ഇങ്ങനെ ലൈബ്രറിയാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ എല്ലാവരെയും കാണാം, വായിച്ചുകൊണ്ടിരിക്കുവാണോ. ഇത് നല്ല മോളിൽ നിന്നുള്ള വ്യൂ ആയതുകൊണ്ട് കൃത്യമായിട്ട് അറിയാം വായനയാണോ അത് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണോ. ക്യാമറയുണ്ട്. ഓക്കെ, എന്തായാലും ഇറ്റ്സ് എ നൈസ് പ്ലേസ്, നൈസ് പാറ്റേൺ. സോ ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ക്യാമ്പസ്. ഇതുപോലെ ഒരു കേറ്ററിംഗ് കോളേജ് എവിടെയില്ല. മൂന്നാർ കേറ്ററിംഗ് കോളേജ്. ഞാനിവിടെ എത്താൻ വൈകിപ്പോയി. ഇപ്പോഴാണ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, പക്ഷേ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇവിടെ പഠിക്കുന്നവർക്ക് 100% പ്ലേസ്മെൻ്റ് ആണ്. അതാണ് വേറൊരു അഡ്വാൻറ്റേജ്. ഓരോ കുട്ടിക്ക് 4-5 പ്ലേസ്മെൻറ്റ്സ് ആണല്ലേ. ഓ, മൗണ്ട് റോയൽ കോളേജിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഈ ക്യാമ്പസിനകത്ത് തന്നെ MG യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് മൗണ്ട് റോയൽ കോളേജ്. അവിടെയാണ് ഫുഡ് ടെക്നോളജിയുടെ കോഴ്സ് അല്ലേ? BSc ഫുഡ് ടെക്നോളജി, PG രണ്ടും ഉണ്ട്, ഡിഗ്രി ആൻഡ് PG. നൈസ്. അവർക്ക് കളിക്കാനുള്ള സ്ഥലം ബാസ്കറ്റ് ബോളോ മറ്റേതോ ഫുട്ബോളോ എന്ത് വേണമെങ്കിൽ കളിക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് പൂളുണ്ട് അവരുടെ ബാക്കി കാര്യങ്ങൾക്ക്.
ഷവർ റൂമുണ്ട് ആ സൈഡിലോട്ട് താഴേക്ക്. ഓ ഓക്കെ. ഇതിൻ്റെ അടിയിലും അക്കോമഡേഷനാണ്. ഈ ബിൽഡിംഗ് കാണുമ്പോൾ നമുക്ക് തോന്നി ഇത് എൻറ്റാണ്. അല്ല, ഇതിൻ്റെ താഴോട്ടുണ്ട് കാര്യങ്ങൾ. പല ലെവലിലാണല്ലോ. അപ്പോൾ ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ഈ എന്താ പറയുക ഹോട്ടൽ ഇൻഡസ്ട്രി ഇതിലൊക്കെ താല്പര്യമുള്ളവർക്ക് പഠിക്കാനായിട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കോഴ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴാണ് അഡ്മിഷൻ ഏത് മാസമാണ് ഇവിടെ അനൗൺസ് ചെയ്തായിരുന്നോ ആപ്ലിക്കേഷൻസ് ഒക്കെ? ഓക്കെ. ഗവൺമെൻറ് ആണ്. അപ്പോൾ എൻട്രൻസ് ഉണ്ടോ? നമ്മുടെ എൻട്രൻസ് ഉണ്ട് ഇന്റേണൽ ആയിട്ട്. മറ്റേത് ഗവൺമെന്റിന്റെ. ഓക്കെ. അപ്പോൾ ഇത് വെബ്സൈറ്റിൽ നിന്നാണോ എടുക്കേണ്ടത്? പിന്നെ ആപ്ലിക്കേഷനൊക്കെ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ അത് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. എത്ര, ഒരു മാസമെങ്കിലും ഉണ്ടാവുമോ ഈ ആപ്ലിക്കേഷൻസിന് സമയം? 1 മന്ത്. ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈയിൽ. ഓക്കെ. അത് ശരിയോ, വെരി ഗുഡ്. ഓഡിറ്റ് മാനേജർ. ഓക്കെ. സാർ എന്തായിരുന്നു ഇവിടുത്തെ ഫൗണ്ടേഷൻ്റെ മാനേജർ? ഓക്കെ. ഇവരാണ് ഈ അഡ്മിഷൻസ്, പിന്നെ മെയിൻ്റെനൻസ്, കൺസ്ട്രക്ഷൻ, എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. പ്രധാനപ്പെട്ട ആൾക്കാരാണ്. അയ്യോ, വലിയ ജിംനേഷ്യം ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ. വലിയൊരു ജിമ്മും കൂടി ഉണ്ട് കേട്ടോ, ലേഡീസും അല്ലാതെ. 150. 150 പേർക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരേ സമയം എക്സസൈസ് ചെയ്യാം. ഇവിടെയാണ് ഡിഗ്രി കോഴ്സ്, ദാറ്റ് ഈസ് BSc ഫുഡ് ടെക്നോളജി ആൻഡ് MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ്. അത് നടക്കുന്ന ബിൽഡിംഗ്. നല്ല വെട്ടം. നൈസ്. ഈ ഫുഡ് ടെക്നോളജി പഠിച്ചിറങ്ങുന്നവർക്ക് കിട്ടുന്ന ജോലി എന്ന് പറയുന്നത് അതെ, ലാബുകളിൽ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ആകാം. ഒരുപാട് പോസ്റ്റുകൾ ആവശ്യമുണ്ട്. ഇങ്ങനത്തെ കോഴ്സ് വേണം. ഓക്കെ. ലബോറട്ടറി, റിസർച്ച് ലബോറട്ടറിക്കകത്തേക്ക് കയറി നോക്കാം. വരും. കളർന്നു. അയ്യോ മോനാ. ഇതൊരു വലിയൊരു കൺവെൻഷൻ ഹാളാണ് കേട്ടോ. എത്ര കപ്പാസിറ്റിയാണിത്? പില്ലറില്ല, പില്ലർലെസ്. 1350 പേർക്ക് വരെ കപ്പാസിറ്റി. തിയേറ്റർ സ്റ്റൈൽ. ഇറ്റ്സ് വെരി ബിഗ്. അതാ പറഞ്ഞത്, ഇവിടെ ഡെസ്റ്റിനേഷൻ വെഡിങ്ങും പിന്നെ പല കാര്യങ്ങളും, കോൺഫറൻസൊക്കെ ആയിരിക്കും ഐഡിയൽ. ഏത് കാര്യത്തിനും ബെസ്റ്റാണ്. അവർക്ക് നമ്മൾ കണ്ടല്ലോ ഹോട്ടൽ റൂംസൊക്കെ, കൺവെൻഷൻ ഹാളിൻ്റെ ഇതിൻ്റെ ഹോട്ടൽ റൂംസാണ്. ഇതിൻ്റെ റെസ്റ്റോറൻ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എക്സ്പീരിയൻസ് ആണ്. കുട്ടികളുടെ ഫംഗ്ഷനും ഇവിടെ തന്നെ നടക്കുന്നത്. പല കാര്യങ്ങളും, അവരുടെ ആനുവൽ ഡേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, എല്ലാ പരിപാടികളും. അപ്പോൾ അവർക്ക് ഇതൊക്കെ കിട്ടുകയാണ് എക്സ്പോഷർ. എന്തെല്ലാം കിട്ടുന്നു. ഹോട്ടൽ എക്സ്പീരിയൻസ്, റെസ്റ്റോറൻറ്റ് എക്സ്പീരിയൻസ്, അല്ലേ, കൺവെൻഷൻ സെൻറ്ററിൻ്റെ സോ മച്ച് ഓഫ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് എക്സ്റ്റീരിയർ ഓഫ് കൺവെൻഷൻ സെൻറ്റർ. നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇവിടെ ഇങ്ങനെ കിടക്കാം, നോക്കുമ്പോൾ ഇങ്ങനെ അവിടെ ബിൽഡിങ്, ഇവിടെ ബിൽഡിങ്, മെയിൻ ബിൽഡിങ്. എന്തായാലും അടിപൊളി. എന്തായാലും ബ്യൂട്ടിഫുൾ ക്യാമ്പസ്. എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. എനിക്ക് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല. സാറിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാര്യം ഇങ്ങനെ ഒരു ക്യാമ്പസ്, ഇങ്ങനെ സ്ഥലം കണ്ടുപിടിച്ച് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ ആക്കിയെടുത്തു. ഒരു ഹൈ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇങ്ങനെ ഒരു 5 സ്റ്റാർ പ്രോപ്പർട്ടി ആക്കി മാറ്റിയാലും. അപ്പോൾ എന്നെ ഇങ്ങോട്ട് കാണാനായിട്ട് ഇപ്പോൾ ഞാൻ വന്ന് കണ്ടപ്പോൾ എനിക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. എനിക്കിതൊരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. ഞാനിങ്ങനെ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ കേറ്ററിങ്ങിലില്ലല്ലോ, എനിക്ക് മെയിൻ ഹോട്ടൽ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജിയിലോ. പക്ഷേ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാണാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം. വന്നതിൽ ഇതെല്ലാം കണ്ടതിൽ വളരെ സന്തോഷം. സമയക്കുറവ് കൊണ്ട് ശരിക്കും കാണാൻ പറ്റില്ല. ശരിക്കും ഇത് കാണണമെങ്കിൽ ഇനിയും ഒരു ദിവസം എടുക്കും. മിനിമം ഒരു ദിവസം എടുക്കും. ഇന്ന് ഞാൻ തിരിച്ചു പോകുന്നു എന്നുള്ളതുകൊണ്ട് എനിക്ക് പോകണം, വിഷമത്തോടു കൂടി പോവാണ്. പിന്നെന്താ, പിന്നെ വരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അങ്ങനെ കംപ്ലീറ്റ് ഒരു എന്താ പറയുക കേറ്ററിംഗ്, ഒരു 5 സ്റ്റാർ കേറ്ററിംഗ് കോളേജിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത്. മൂന്നാർ കേറ്ററിംഗ് കോളേജ്. തിരിച്ചെന്നിട്ട് ഞാൻ റൂമിലെത്തി. ദിസ് ഈസ് ഫോർട്ട് മൂന്നാർ ഹോട്ടൽ. അതും സെയിം
മാനേജ്മെൻറ്റാണ്, അതും എക്സലൻറ്റ്. ഇതിനെക്കുറിച്ച് ഞാൻ ഇനി പറയാനൊന്നുമില്ലല്ലോ, ഗംഭീരം. ഇത് റോയൽ സ്യൂട്ട് റൂമായിരുന്നു എൻ്റേത്. ഓപ്പോസിറ്റ് റൂമും ഇതുപോലെ ഈക്വലി കൂടാണ്. അങ്ങോട്ട് മൗണ്ടൻ വ്യൂ ആണ്, വാലിയല്ല, ഇത് ഗാർഡൻ വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇനി തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. ഡ്രസ്സ് മാറി എല്ലാം കഴിഞ്ഞ് പാക്ക് ചെയ്തു ഇറങ്ങുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് ബൈ കാർ കൊച്ചിയിലെത്തും. എറണാകുളത്ത് വൈകുന്നേരം 7 മണിയുടെ വന്ദേ ഭാരത് ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ കയറി ട്രിവാൻഡ്രത്ത് പോകും. ഓക്കെ, അപ്പോൾ ഇന്ന് രാത്രി 10:30 കൂടി ട്രിവാൻഡ്രത്ത്. ഫോർട്ട് മൂന്നാർ ഈ ഹോട്ടലിൽ താമസം എക്സലൻറ്റ്, എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ മൂന്നാർ വരികയാണെങ്കിൽ ഇത് ചിന്നക്കനാൽ ഭാഗത്താണ്, ഗൂരനെല്ലി ആ ഭാഗത്താണ്. അപ്പോൾ ഇവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ അതിൻ്റെ ബുക്കിംഗ് കാര്യങ്ങൾക്കെല്ലാം ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ മൂന്നാർ കേറ്ററിംഗ് കോളേജിലെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ. കമൻറ്റ് ബോക്സിലേക്ക് വരിക. അപ്പോൾ ലവ് യു ഓൾ. ഓക്കെ.